Okay, thank you so much. പ്രോഗ്രാം അവതരിപ്പിക്കാൻ പ്രിയമുള്ളവർ എന്തായാലും ഹലോ ഞാൻ ചെറിയൊരു മെമിക്രി എടുക്കാൻ പോണേ. നേരത്തെ ചാൻസ് ചോദിച്ചപ്പോൾ ചാൻസ് ഉണ്ടാവില്ല എന്ന് അറിഞ്ഞ് പിന്നെ ഇവിടെ ബാക്ക് വന്ന് തിരക്കിയിരുന്നു. അപ്പോൾ പിന്നെ വിളിച്ചപ്പോഴാണ് ഒരു ഇൻട്രസ്റ്റ് ആയത്. അപ്പോൾ ചെറിയൊരു മെമിക്രി എടുക്കാൻ പോണേ. നിങ്ങൾ കൈ അടിക്കണം എന്നാലേ കിട്ടുള്ളൂ.
ആ ഞാൻ പറഞ്ഞു നിങ്ങൾ ഇതാണ് നേരത്തെ പറഞ്ഞ ആള്. ഓക്കെ ഓക്കെ. ചെറിയൊരു ഐറ്റം. ആദ്യം എന്തായാലും നമ്മുടെ ഒരു മര്യാദ നമുക്കൊന്ന് പരിചയപ്പെടാല്ലേ. എന്റെ പേര് വാവാന്ന്, അവിടെ മുണ്ടുപറമ്പ് എന്റെ പേരാ. മുണ്ടുപറമ്പുള്ള എനിക്ക് സെൻട്രിങ്ങിന്റെ പരിപാടിയാ, വാർക്കപ്പണിയാ. 10-12 കൊല്ലായിട്ട് ഒരു ടീമിന്റെ കൂട്ടത്തിൽ ഹെൽപ്പറായിട്ട് പോവുക. 10-12 കൊല്ലമായിട്ട് ഹെൽപ്പറായിട്ടോ? സാധാരണ 1-2 കൊല്ലം കഴിഞ്ഞ് എല്ലാവരും മേശരി ആകാറാണൊക്കെ പതിവ്. എന്താ പറയാ, മേശരി ആയി കഴിഞ്ഞാലും മേലെ കയറി വെയിലും മായി കൊള്ളണം. ഇതാകുമ്പോ മുട്ടിനിടയിൽ ഒളിച്ചിരുന്ന വൈകുന്നേരം 500 പെട്ടും, അത് മതി. അങ്ങനെ കഴിഞ്ഞോട്ടി പോയിട്ടാ. ഇപ്പൊ പഞ്ചായത്ത് മേള നടന്നത് നമ്മളവിടെ കേരളോത്സവം. പഞ്ചായത്ത് മേളയിൽ എനിക്ക് മിമിക്രിക്ക് സെക്കൻഡ് കിട്ടിയായി. മിമിക്രിക്ക് നിങ്ങൾക്ക് സെക്കൻഡ് ആവും? ഒരുപാട് പേരുണ്ടായിരുന്നു മത്സരിക്കാൻ. 2 ആൾക്കാർ, ഞാനും സുജിമോനും. ഓന് ഫസ്റ്റും സെക്കൻഡ് നിൽക്കും. അതിന്റെ ശേഷം ഇപ്പൊ എന്റെ അയൽവാസികളൊക്കെ ആസിഫ് അലി എന്ന് വിളിക്കുക. നിങ്ങളെ എന്താ അവിടെയുള്ള ആൾക്കാർക്ക് എന്താ പ്രശ്നം? ഓനൊന്നും ആസിഫ് അലിനെ കണ്ടില്ല എന്നെ, അതുകൊണ്ട് ഇപ്പൊ എന്നെ അങ്ങനെ വിളിച്ചടക്കും. ഞാൻ ചെറിയ ഐറ്റംസ് എടുക്കാൻ പോണ, നിങ്ങൾ കൈയടിക്കണം എന്നാലേ കിട്ടുള്ളൂ. എപ്പോഴെങ്കിലും എടുക്കണത് അതാ, വില മാരിയല്ല. കൈയടിക്കൂലേ? എന്താ അവിടുന്ന് കയറി വന്ന മാരിയല്ല, ഇവിടുന്ന് അങ്ങോട്ട് നോക്കുമ്പോ കയ്യും കാലും പറക്കുണ്ട്. അതാ കൊല്ലിയിൽ വെള്ളം ഇല്ലാതായിന്. കൈയടിക്കണേ. അതെ, നല്ല ശബ്ദമായിരുന്നു പറയുള്ളൂ. എന്തായാലും ഇനി ഒരുപാട് പേര് പാടാനുണ്ട്. ആ മൈക്കെല്ലാം തുപ്പലാക്കിയില്ലേ? പിന്നെ 2-3 ഐറ്റംസ് ഉള്ള ഒന്നായിട്ട് കൊടയാ. ഞാൻ തന്നെ കുടഞ്ഞിട്ടുണ്ട്, എന്നാലും വേണ്ടില്ല. ഇങ്ങനത്തെ ബാവാനൊന്നും പരിചയപ്പെടണല്ലോ അവർക്കല്ലേ? ഞാൻ പറഞ്ഞില്ലേ അങ്ങനല്ലേ? ബാവ വിവാഹിതനാണോ? എനിക്ക് പെണ്ണിട്ടാത്താരി. ഇപ്പൊ നേരം വെളുക്കാൻ നേരത്തെ പെണ്ണൊക്കെ വിളിയാ, ബാവേ നീച്ചൂട്, മിറ്റടിച്ചേരിക്കൂട്, അമ്മിമേൽ വെച്ച് മുളകരച്ചൂട്. അത് അമ്മിമേൽ വെച്ച് മുളകരക്കുമ്പോളാ പെണ്ണുങ്ങളൊന്ന് കുത്തുക. പെണ്ണുങ്ങൾ കുത്തുള്ളൂ, അമ്മായിമ്മ തേമ്പിക്കോളും. ഇതൊക്കെ ഇവിടെ പറയുമ്പോ മോശമല്ല, ഒരുപാട് ആളുകൾ ഇരിക്കല്ലേ ഇവിടെ. അല്ലേ, ഞാൻ കിട്ടിയേ പറയില്ലേ, കിട്ടിയിട്ട് മുണ്ടാത്ത എത്ര ഉണ്ടറിയാം വേക്കിലൊക്കെ, എനിക്കറിഞ്ഞല്ലേ. ഓക്കെ ബാവ, ഇനി എടുക്കാൻ പോണേ. ഇങ്ങനത്തെ പരിപാടിക്ക് അത്യാവശ്യമുള്ള ജനറേറ്റർ സ്റ്റാർട്ടാക്കുമ്പോൾ ഒച്ച എടുക്കാൻ പോണേ. ഒച്ചയല്ല, ഒച്ച എന്ന് പറയാം. നമ്മള് മലപ്പുറംകാരാണെങ്കിലും ശബ്ദം ഞങ്ങൾ കൂറ്റുന്ന പറയാം ഇവിടെ. ഓക്കെ, ജനറേറ്റർ സ്റ്റാർട്ടാക്കുമ്പോൾ ഒച്ച. ചാട്ടാണെങ്കിലോ ബാബ? ചാട്ടയാ കയ്യടിക്കണേ, കൊല്ലിയിൽ വെള്ളം ലേറ്റാ, ബേജാറുണ്ടാ. ഇങ്ങനെ ഉണ്ടാകുക. ഇതിങ്ങനെ ഓടിങ്ങോണ്ട് നിൽക്കുമ്പോൾ ഇതിൽ എയർ കുടുങ്ങിയിട്ട് ഇത് ഓഫ് ആവും, അപ്പൊ ഇതിന് ഒച്ച മാറും. അതെങ്ങനെ അറിയാം? അങ്ങനെ ഉണ്ടാകുക. ഇനി ലേഡീസുള്ള ഐറ്റംസ്. എന്താണത്? തേങ്ങ ചെരവുമ്പോൾ ഒച്ച. എങ്ങനെ അറിയാം? ഇങ്ങനെ ഉണ്ടാകുക. ഇത് ചെരവി ചേട്ടൻ്റെ അടുത്തെത്ര നേരത്ത് ഇന്നെ കണ്ടു കഴിഞ്ഞാൽ എന്റെ പെണ്ണുങ്ങൾക്ക് ഒരു ചെരവലുണ്ട്. അതെന്താ? ഒച്ചയേറാ. ഇതേമാതിരി പണ്ടൊക്കെ മരത്തിന്റെ കപ്പിലല്ലേ വെള്ളം മുക്കുന്നേ, ആ മരത്തിന്റെ കപ്പിൽ വെള്ളം മുക്കുമ്പോൾ ഒച്ച. ഇങ്ങനെ ഉണ്ടാകുക. പക്ഷെ തുരുമ്പ് പിടിച്ച് ഇരുമ്പപ്പിയാണെങ്കിലോ, അതെങ്ങനെ അറിയോ? ഇതേമാതിരി നമ്മളെ മരണക്കിണറിൽ ചെന്ന് കഴിഞ്ഞാൽ, മരണക്കിണറിൽ ബൈക്ക് ഓടിക്കണാണല്ലോ, സർക്കസ് കൂടാൻ ചെന്ന് കഴിഞ്ഞാല് ആ മരണക്കിണറിൽ ബൈക്ക് പോകുമ്പോൾ പ്രത്യേകിച്ച് യുവാക്കൾക്ക് ഏറെ ഇഷ്ടമുള്ള ഒരു വിനോദമാണ്. അതിന്റെ ശബ്ദം അനുകരിക്കാൻ പോകുന്നു. പാട്ട വണ്ടി ഇറക്കൊന്ന് കൈയടിച്ചോളിട്ട് ഒരു ഇൻട്രസ്റ്റ് ഇട്ടാരാ എന്നിട്ടല്ല. പാട്ട വണ്ടി അതാ. ഈ പ്രൊഫഷണൽ നാടകം നർമ്മരൂപത്തിൽ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ്. ഒരു പ്രൊഫഷണൽ നാടകം
സംപൂജ്യരായ ഗുരുജനങ്ങളെ, നാടകം ആരംഭിക്കുന്നു. ഇനി നാടകത്തെക്കുറിച്ച് സംവിധായകൻ സംസാരിക്കുന്നു. ഇത് ഒരു നാടകമല്ല, നാടകം തന്നെ. നിങ്ങളെവരുടെയും അനുഗ്രഹാശിസുകളോടെ നാടകം ആരംഭിക്കുന്നു. ഇതെന്റെ വിധി, നിങ്ങളുടെയും. അമ്മേ ഭഗവതി, എന്നെ മാത്രം രക്ഷിക്കണേ. ഇന്നെന്റെ 20ാം വിവാഹ വാർഷികമാണ്. എന്റെ ജീവിത വിജയത്തിന് പിന്നിൽ എന്റെ ഭാര്യ ജാനകി അവൾ മാത്രമാണ്. ഈ വീടിന്റെ വിളക്കാണവൾ. ഞാനൊരു കാര്യം പറഞ്ഞാൽ തിരുവായ്ക്ക് എതിർവായി ഉണ്ടായില്ല. അത്രയ്ക്ക് ഭയമാണ് അവക്കെന്നെ. ജാനകി, ജാനകി. റേഷൻ കടയിൽ പോയി സ്പെഷ്യലായി വന്ന മണ്ണെണ്ണയും പഞ്ചസാരയും വാങ്ങാൻ പറഞ്ഞിട്ട് ഇവിടെ നിന്ന് വാചകം അടിക്കുന്നോ? എന്തിനാടി മണ്ണെണ്ണ? നമുക്ക് ഗ്യാസ് എടുക്കാൻ വേണ്ടി ഗ്യാസ്. അതെന്താ ഇപ്പഴങ്ങനെ തോന്നാൻ? നീ കുടുംബത്തിന്റെ വിളക്കല്ലേ. നീ അടുക്കളയിൽ നിന്ന് കത്തുന്നത് എനിക്ക് കാണണം. നിങ്ങൾ അറിഞ്ഞോ മനുഷ്യ, 7 വർഷങ്ങൾക്ക് ശേഷം സൗദാമിനിയുടെ കെട്ടിയോ ഗൾഫിൽ നിന്ന് വന്നു. അമ്മേ, അതിന് നിങ്ങൾ എന്തിനാ ഞെട്ടിയത്? ജാനു, അത്താഴം മുടങ്ങിയവന്റെ വിഷമം ഊണ് തരാത്തവൾക്കറിയില്ലടി. ഈശ്വര, ഉണ്ണി ജയിൽ ചാടിയെന്ന്. ഇനിയിപ്പോ എന്താണോ സംഭവിക്കുന്നത്? വെട്ടൊന്ന് മുറി രണ്ടെന്ന പ്രകൃതക്കാരനാണ് അവൻ. നീ എന്നെ ഭയപ്പെടുത്താൻ നോക്കണ്ടടി. ഞാനും കരയിൽ തന്നെയാടി നിൽക്കുന്നത്. ജാനകി, പറ, എവിടെയാടി ഞാൻ പോയി ഒന്ന് ഒളിച്ചിരിക്കുന്നത്? രാഘവേട്ടാ, ചെല്ല്. അവൻ എത്തും മുമ്പ് എവിടെയാണെന്ന് വെച്ചാ പോയി ഒളിക്ക്. ആരും രക്ഷപ്പെടാമെന്ന് കരുതണ്ട. ഉണ്ണിയപ്പം പുറത്തു വന്നു. അതല്ല, ഉണ്ണിയപ്പം പുറത്തു വന്നൂന്ന്. ഇന്നലെ അർദ്ധരാത്രി കണ്ണൂർ സെൻട്രലിന്റെ ഉയരം കൂടിയ മതിലുകൾ ചാടിക്കടന്ന് ഈ ഉണ്ണി എത്തിയിരിക്കുന്നു. എന്തിന്? നിന്നോട് കണക്ക് തീർക്കാൻ. ഉണ്ണി മോനെ, അരുത്. അദ്ദേഹം അറിവില്ലാതെ എന്തെങ്കിലും ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ നീ അത് ക്ഷമിക്കണം. മാറി നിൽക്കടി. ഞാനില്ലാത്ത സമയത്ത് നീ എന്താ വീട്ടിൽ പോയിരുന്നു അല്ലേ? ഉണ്ണി, ഞാൻ വേണ്ട. പഴയ കണക്കൊന്നും ബാക്കി വെക്കുന്നവനല്ല ഈ ഉണ്ണി. ഉണ്ണി, അരുത്. മോനെ ഉണ്ണി. ഞാൻ ജയിലിൽ കിടന്നപ്പോ നീ എന്റെ ഭാര്യയുടെ അടുത്ത് എന്ന് അവക്ക് അരി മേടിക്കാൻ കൊടുത്തു 150 റുപ്യ. ഞാൻ ജയിലിൽ പോണതിന് മുമ്പ് നമ്മൾ ഷെയർ ഇട്ട് അടിച്ച 350 റുപ്യ, മൊത്തം 500 രൂപ. ഞാൻ പിടി ഞാൻ കണക്ക് പറഞ്ഞ് വരലേട്ടെ. കണക്ക് തീർന്ന്. പോട്ടേച്ചി, പോട്ടെ അണ്ണ. വൃത്തികെട്ടവൻ വെറുതെ എന്നെ കൊതിപ്പിച്ചു കളഞ്ഞു. ആ ജാനകി, വല്ലാത്ത വിശപ്പ്. നീ ചെന്ന് കഞ്ഞി എടുത്തു വെക്ക്. ആ ശരി. ഞാൻ പുറത്തു പോയി വല്ലതും കഴിച്ചിട്ട് വരാം. എടാ ശ്രീകുട്ട, നീ എന്തിനിത് ചെയ്തു? മോളെ, നീ കരയാതെ. ചന്ദ്രേട്ടൻ കല്യാണിയെ കൈവിടില്ല മോളെ, വിടില്ല. നിർത്തടി. ആരാടി കല്യാണി? ആരാടി ഈ ശ്രീകുട്ടൻ? പുതിയതായി തുടങ്ങിയ സീരിയലിലെ നായകനും നായികയും അണച്ചാ. സീരിയല് 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 സീരിയൽ എന്നൊരു വാക്ക് ഇനി ഈ വീട്ടിൽ മിണ്ടിപ്പോകരുത്. പിന്നെ പരമ്പര മലയാളത്തിൽ പറഞ്ഞാ മതി. മോളെ രാധേ, നിന്റെ പഠിപ്പൊക്കെ എങ്ങനെ പോകുന്നു? അങ്ങനെ പോകുന്നച്ചാ. അങ്ങനെ പോയിട്ട് കാര്യമില്ല. ഈ വർഷവും നീ പരീക്ഷയ്ക്ക് തോറ്റാൽ ഏതെങ്കിലും ഒരു വായി നോക്കിയെ കൊണ്ട് നിന്നെ ഞാൻ കെട്ടിക്കും. ജാനകി, ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണേ. അതേ മോളെ, നിന്റെ അച്ഛനെ കൊണ്ട് അമ്മയെ കെട്ടിച്ചതുപോലെ. അച്ഛാ, ഈ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ വലുതും അച്ഛൻ അറിയുന്നുണ്ടോ? ഇന്നലെ ആ തകഴിയിൽ പ്രേംകുമാർ എന്റെ തിരിഞ്ഞെറ്റിയിൽ ചുംബിച്ചു. ഞാനിത് വിശ്വസിക്കില്ല. എന്തുകൊണ്ട്? കേവലം 3 അടി പൊക്കം മാത്രമുള്ള അവൻ ഇത്രയും പൊക്കമുള്ള നിന്റെ തിരുനെറ്റിയെ ചുംബിച്ചെന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ ഞാൻ അത്ര മണ്ടനല്ല. അച്ഛാ, പ്രേംകുമാറിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി ഒരല്പം താന്നു കൊടുത്തതിൽ എന്താ തെറ്റ്? മോളെ, ഇത്രയ്ക്കായ സ്ഥിതിക്ക് എത്രയും പെട്ടെന്ന് നിന്റെ കല്യാണം നടത്താൻ ഞാൻ തീരുമാനിച്ചു. ഏതായാലും ആ ജാതകം കണിയാരെ വിളിച്ച് ഇവിടെ മോദകം ഒന്ന് കാണിക്കണം. അല്ല, ആ മോഹനം കണിയാരെ വിളിച്ച് ഇവിടെ ജാതകം ഒന്ന് കാണിക്കണം. Wonderful team from Vodafone Comedy Stars, Team Mars, delivering for you the comic
notes very special for that wonderful people of Malappuram. Ready? പോരാ, നമ്മുടെ എനർജി ഒക്കെ പോയി ഒന്ന് കൈയടിച്ചേ. Wow, thanks a lot. നമ്മൾ ഇഷ്ടപ്പെടുന്ന ടെലിവിഷൻ ചാനലുകളിൽ ഓണമായാലും ക്രിസ്മസ് ആയാലും അതാത് ദിവസങ്ങളിലെ പ്രോഗ്രാമുകൾ നേരത്തെ കൂട്ടി ടെലിവിഷൻ സ്ക്രീനുകൾ വഴി അറിയിക്കുക പതിവാണ്. ഇവിടെ ഒരു ചാനലിലെ തിരുവോണ ദിവസത്തെ പ്രത്യേക പരിപാടി. ഹായ് വ്യൂവേഴ്സ്, എല്ലാ മാന്യ പ്രേക്ഷകർക്കും ദേശീയാനെറ്റ് ചാനലിന്റെ ഓണാഘോഷ പരിപാടിയിലേക്ക് സ്വാഗതം. അപ്പോ എല്ലാവർക്കും അറിയാം, ഇന്ന് തിരുവോണമാണ്. ശാന്തിയുടെയും സമാധാനത്തിന്റെയും സന്ദേശമരുളാൻ നമ്മുടെ മഹാബലി തമ്പുരാൻ ഇതാ എഴുന്നള്ളുന്നു. എന്തുവാടെ ഈ പാട്ട് എടുത്തിരുന്നത്? ക്രിസ്മസിനുള്ളതാണത്. ഓണത്തിന്റെ പൂക്കളം എടുത്തിട്ടെ. മുഞ്ചത്തിയെ പുതുമണവട്ടിയെ നിന്റെ മംഗല്യരാവ് വന്നണഞ്ഞല്ലോ. മൈലഞ്ചി കൈ പിടിക്കാൻ വരുന്ന നേരം നിന്റെ സുന്ദര പൂമുഖം മറഞ്ഞിടല്ലേ. മുഞ്ചത്തിയെ പുതുമണവട്ടിയെ നിന്റെ മംഗല്യരാവ്. ഇതാരത്? മഹാബലി. ആര്? ഞാൻ. ചേട്ടാ, ഇത് ആരടാ ഈ കരിമ്പൂത്തിനെയൊക്കെ മാവേലിയാക്കിയത്? അത് സാറേ, ഈ നല്ലതിനൊക്കെ വേറെ ചാനലുകാർ കൊണ്ടുപോയി അവസാനം കിട്ടി ഒന്നിനെ ഇവിടെ കൊണ്ട് നിർത്തിയിട്ടുണ്ട്. കഷ്ടം. അണ്ണ ഇപ്പൊ ഞാൻ എന്താ ചെയ്യണ്ട ഇവിടെ? നീ ഒന്നും ചെയ്യണ്ട, നീ വാ അനക്കിയാ മതി, ഞങ്ങൾ ഡബ് ചെയ്ത് കയറ്റിക്കോളാം. ഞാൻ മഹാബലി തമ്പുരാൻ മാനവരാശിയുടെ നന്മയ്ക്കായി നിങ്ങൾക്ക് നേരുന്നു ഓണാശംസകൾ. നിർത്തറ ഓണാശംസകൾ. ഈ പൊന്നോണ നാളിലെ പരിപാടികൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ചേട്ടാ, ഇന്നൊരു ദിവസം ഞാനിവിടെ കിടന്നോട്ടെ. മനസ്സിലെട്ടു പൊട്ടി. അയ്യോ, ഇന്നിവിടെ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. അത് കുഴപ്പമില്ല. മനസ്സിൽ മറ്റൊരു ലഡു പൊട്ടി. നല്ലതരം ലഡുകൾക്ക് സമീപിക്കുക ചുപ്രു അണ്ണാച്ചി. 10 രൂപയ്ക്ക് ചുപ്രു അണ്ണാച്ചിയുടെ 2 ലഡു. 11:30 സീരിയൽ താരങ്ങൾ പങ്കെടുക്കുന്ന പ്രേതോത്സവം. ഇന്നു രാത്രി 9 മണിക്ക് സീരിയൽ താരങ്ങൾ പങ്കെടുക്കുന്ന സീരിയസ് പരിപാടി പ്രേതോത്സവം. ഇന്നത്തെ എപ്പിസോഡ് മാറ്റി വയ്ക്കാൻ എത്തുന്നത് റീന ആന്റണി നയിക്കുന്ന ടീം സാമ്പാറിന്റെ അതിശയിപ്പിക്കുന്ന പ്രകടനം. റീന ആന്റണിയുടെ ഈ പെർഫോമൻസ് കഴിഞ്ഞപ്പോ പ്രേതോത്സവത്തിന്റെ സ്റ്റുഡിയോ ഫ്ലോർ തകർന്നു വീണ് 9 ആഴ്ചത്തേക്ക് ഷൂട്ടിംഗ് നിർത്തിവെച്ചിരിക്കുന്നു. എറണാകുളത്ത് നിന്നും ക്യാമറമാൻ അർത്തിക്കുട്ടിക്കൊപ്പം ബിജു. 11 മണിക്ക് സ്ത്രീ പ്രേക്ഷകരുടെ ഇഷ്ട പരമ്പര. ഇത് അഞ്ജലി. ജീവിതത്തിന്റെ ദുഃഖങ്ങൾ ഉള്ളിലൊതുക്കി കഴിയുന്നവൾ. നെഞ്ചിൽ നെരിപ്പോടുമായി അവൾ ഈ വീടിന്റെ ഉമ്മറത്ത് നീറിപ്പുകയുകയാണ്. ആര് പറഞ്ഞടി ഈ തറവാട്ടിലെ ചിരട്ട തവി എടുക്കാൻ? ഇരട്ട പറ്റ നിന്റെ അടുത്ത് പറഞ്ഞിട്ടില്ലേ ചിരട്ട തവി എടുക്കരുതെന്ന്? അമ്മേ, ഞാൻ ഈ തവി കൊണ്ടൊന്ന് കഞ്ഞി ഇളക്കിക്കോട്ടെ അമ്മേ. വേണ്ട, ഇവിടെ താടി ചിരട്ട തവി. അമ്മേ, അമ്മയ്ക്ക് എന്നോട് ഒരു ദയം തോന്നുന്നില്ലേ? എടി, ദയ കാണിക്കാനും കണ്ണീരൊലിപ്പിക്കാനും സോഫിയല്ല ഞാൻ. കഴിവും തന്റെടും ചെകുത്താന്റെ സ്വഭാവവുമുള്ള ഗ്ലോറിയാടിയ ഞാൻ. തൊട്ടു പോകരുത് നീ ചിരട്ട തവിയല്. ഭവാനി ആ ചിരട്ടത്തവി തിരികെ നൽകുമോ? അഞ്ജലിക്ക് ഇനി ചിരട്ടത്തവിയിൽ തൊടാൻ ഭാഗ്യമുണ്ടാകുമോ? ഇതുപോലെ ഉത്തരം കിട്ടാത്ത പൊട്ടൻ ചോദ്യങ്ങൾക്ക് ഉത്തരമേകുവാൻ തിങ്കൾ മുതൽ വെള്ളി വരെ നിങ്ങളുടെ സ്വന്തം ചാനലിൽ ചിരട്ടത്തവി. തിങ്കൾ മുതൽ വെള്ളി വരെ നിങ്ങളുടെ സ്വന്തം ചാനലിൽ മറക്കാതെ കാണുക. കുടുംബ പ്രേക്ഷകരുടെ ക്ഷമയുടെ വള്ളിക്കെട്ട് പൊട്ടിച്ചുകൊണ്ട് കുടുംബസമേതം
എന്റെ ദൈവമേ, അങ്ങയുടെ സ്വന്തം നാടാണെന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം? ഒരു ടൂറിസ്റ്റിനെ പോലും കാണുന്നില്ല. ഏതെങ്കിലും ഒരു സായിപ്പ് വന്ന് പെട്ടാലേ ഇത്തിരി കാശൊപ്പിക്കാൻ പറ്റൂ. ആഹാ, പറഞ്ഞു നാക്കെടുത്തില്ല, ഒരു സായിപ്പല്ലേ വരുന്നത്? ഹലോ, glad to meet you. മീറ്റാം. അതല്ല, Who are you? ഇല്ല, അറിയില്ല, സത്യമായിട്ടും എനിക്കറിയില്ല. What? വട്ട് നിന്റെ അപ്പനാണ് സായിപ്പേ. ഐ പ്രകാശ് തവളക്കുഴി. യുവർ ഗൈഡ്. ഗൈഡ്. Where are you? വേറെ ആരുമില്ല, ഞാൻ മാത്രം ഒറ്റ ഗൈഡേ ഉള്ളൂ. Oh, no vehicle in this town. വണ്ടി ഒന്നുമില്ലേ? അത് പറഞ്ഞുതരാ. വെഹിക്കിൾ പോയിട്ട് ഒരു സൈക്കിൾ പോലും ഒന്നും കിട്ടൂല സായിപ്പേ. വണ്ടിയില്ല, ഒരു തെണ്ടിയില്ല. എന്നിവിടെ ഹർത്താൽ. What ഹർത്താൽ? ഹർത്താൽ എന്ന് പറഞ്ഞാൽ അറിയില്ലെന്നോ പഠിച്ചോനെ? ഇവിടുത്തെ കാര്യം ബഹുരസ. അത് സാരല്ല, നമുക്കേ ഓരോ സ്ഥലങ്ങളായിട്ട് ഇങ്ങനെ ചുറ്റി കറങ്ങാം. മനസ്സിലായോ? യു ആൻഡ് ഐ റൗണ്ട്. Oh, yeah. Come on. How wonderful swimming pool. Really wonderful. Center of this town. സായിപ്പേ, അത് സ്വിമ്മിംഗ് പൂൾ അല്ല. അതെ, എറണാകുളം MG റോട്ടിൽ ഒരു ഗട്ടറാണ്. ഗട്ടർ. Oh, gutter. Hi. That cinematic dance troupe is very super well dressing. Wow. ഏത്? അയ്യോ, അത് സിനിമാറ്റിക് ഡാൻസ് ടീം അല്ല, അതാണ് കേരളത്തിലെ ഹൈവേ പോലീസ്. ഡാൻസ് ഡ്രസ് അല്ല, അത് അവരുടെ യൂണിഫോമാ. പാവം സായിപ്പിനെ പറഞ്ഞിട്ടും കാര്യമില്ല. Hey man. Oh. See this? That is your mental hospital. സായിപ്പ് ഇത്രയും നേരം പറഞ്ഞതിൽ ആകെ ശരിയായത് മാത്ര. സായിപ്പേ, അത് മെന്റൽ ഹോസ്പിറ്റൽ അല്ല, പക്ഷെ അവിടെ ഉള്ളവർക്കൊക്കെ മെന്റലാ. അതാണ് ഞങ്ങളുടെ സെക്രട്ടേറിയറ്റ്. ഇത് മാത്രമൊന്നല്ല, ഇനിയും ഒരുപാട് കാണാനും പറയാനും ഉണ്ട്. അല്ല സായിപ്പേ, ഇങ്ങനെ നടന്നാ മതിയോ? 2 ദിവസമായി ഞാൻ പട്ടിണിയാ. പട്ടിണിന്ന് ഇപ്പൊ എങ്ങനെയാ പറഞ്ഞു മനസ്സിലാക്കുക? ഐ ആം ഡോഗിനി. Hey man, I am very hungry. സായിപ്പേ, ഇവിടെ ആംഗ്രി എന്ന സാധനം ഇല്ല. വേണമെങ്കിൽ ജാങ്കിരി കിട്ടൂ. അതല്ലെങ്കിൽ നമുക്ക് തട്ടുകടയിൽ പോവാം. ഇവിടുത്തെ തട്ടുകടയിലെ ഭക്ഷണം ഫേമസാ. എന്തൊക്കെ ഷാപ്പാടാന്നോ? പച്ചക്കായ ബീട്രൂട്ട്, വെരി ഗുഡ്. പച്ചക്കായ ബീട്രൂട്ട്, പൊട്ടറ്റോ, മൊട്ടക്കുസു, പയറും, കടുമാങ്ങ അച്ചാറും, പപ്പടവും, കുത്തരിട ചോറും, പുളിച്ചേരി ഉപ്പേരി, കട്ടത്തൈരും കുട്ടിച്ചോറ് കുഴച്ചാൽ ഇരുകൈകളാലങ്ങ് വാരിക്കോരി നമുക്കതു കഴിക്കാം. പുളിച്ചേരി ഉപ്പേരി, കട്ടത്തൈരും കുട്ടിച്ചോറ് കുഴച്ചാൽ ഇരുകൈകളാലങ്ങ് വാരിക്കോരി നമുക്കതു കഴിക്കാം. കുമ്പ നിറയുമ്പ കുമ്പ നിറയുമ്പ വയറ് നിറഞ്ഞ്. ബില്ല് എത്രയാ? 600 രൂപയോ? സായിപ്പേ, നോ ഡോളർ, ഓൺലി ഇന്ത്യൻ മണി. ഞാൻ കൊടുക്കാം. അതായത് ഇപ്പൊ ഞാൻ പേ, കുറച്ച് കഴിഞ്ഞിട്ട് സായിപ്പ് അത് എനിക്ക് തിരിച്ച് പേ. അങ്ങനെ ആകെ മൊത്തം പേ. ഓക്കെ. അങ്ങനെ തീറ്റയും കുടിയും കറക്കവും എല്ലാം കഴിഞ്ഞ് ഇനി കാര്യത്തിലേക്ക് കടക്കാം. ഹലോ സായിപ്പേ, ഭക്ഷണവും വെള്ളവും കറങ്ങലും പിന്നെ എന്റെ ചെലവായ പൈസയും പോക്കറ്റ് മണിയും എല്ലാം കൂടി ഒരു 5000 രൂപ തന്നാ എനിക്ക് പോകായിരുന്നു. ഓൺലി 5000 റുപ്പീസ്. 5000 rupees? ഇനി ഇന്ത്യൻ മണി ഇല്ലെങ്കിൽ ഡോളർ ആയാലും മതി, ഞാൻ മാറ്റിക്കോളാം. Take this. ഇതെന്താ ഇത്? ചെക്കോ? കുഴപ്പമില്ല. ഇത് ചെക്കല്ലല്ലോ, എന്തോ എഴുതിയിട്ടുണ്ടല്ലോ. ഒരു വശത്ത് ഇംഗ്ലീഷും മറുവശം മലയാളോ. മാന്യമിത്രമേ, അമേരിക്കയിലെ വാഷിംഗ്ടണിൽ ഒരു പാറമടയിൽ പാറ പൊട്ടിക്കവേ എന്റെ അച്ഛന്റെ 2 കാലും നഷ്ടമായി. ചെറുപ്പത്തിലെ വിശപ്പ് രോഗിയായ എനിക്ക് അധ്വാനിച്ച് ജീവിച്ച ശീലമില്ല. ആയതിനാൽ നിങ്ങൾ നിങ്ങളാലാവുന്ന പണം തന്ന് എന്നെ സഹായിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു എന്ന് ആൽഫ്രഡ് ഡിക്സൺ ഡിസൂസ, വാഷിംഗ്ടൺ. ഒപ്പ്. എടാ സായിപ്പേ,
എല്ലാവർക്കും എൻ്റെ നമസ്കാരം. സമയക്കുറവെല്ലാം ഞാൻ കുറച്ച് ഐറ്റംസ് മാത്രമാണ് അവതരിപ്പിക്കുന്നത്. എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കണം. ഒന്ന് കൈയടിക്കും. ആദ്യമായി ഒരു കല്യാണ മേളത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുന്നു. ഒരു കുഞ്ഞിനെ ഓർക്കാൻ പാടുപെടുന്ന അമ്മ. മലയാള സിനിമയിലെ ഒരു ഹാസ്യ നടി കൽപ്പന. എന്റെ വിളിയമ്പല സ്വാമി ഇതിനോട് പറഞ്ഞ മനസ്സിലാകത്തില്ലയോ? ഇതേറ്റോട് ജീവിച്ചിരിക്കും ഒയ്യ്. എവിടെ തന്നെ കണ്ണാടത്ത് കടിക്കുന്ന എനിക്ക് ഒയ്യ്. റിയമേലാണ്ട് ചോദിക്കുവാൻ നിന്നെ പോയില്ലേടാ അമ്മയും പെങ്ങിമാരും. എനിക്ക് വയ്യ. നന്ദൻ എന്ന ചിത്രത്തിലൂടെ പ്രശസ്തി നേടിയ നടി നവ്യ നായർ. ഒരു പാഴ്മോഹം എന്റെ പൊട്ട മനസ്സിൽ തോന്നിയപ്പോ ഞാനോട് ഇങ്ങോട്ടാ വന്നത്. എങ്ങനെയായിരുന്നു ഈ പാവം പെണ്ണിനെ സ്വപ്നം കാണിച്ചത്? എന്നും കെടാണ്ട് ഞാൻ ഇത്തരത്തിലേക്കാണ്. ഞാൻ ഇത്തരത്തിലേക്കില്ല. എടുത്താക്കിയിട്ട് വെളിച്ചത്ത് നിശ്ചയിക്കണ്ട. എനിക്ക് കാണാൻ ഈ മുഖം. അതായി ഇപ്പോഴത്തെ നമ്മുടെ പ്രതിപക്ഷ നേതാവും മുൻ മുഖ്യമന്ത്രിയുമായിരുന്ന ശ്രീ PS അച്യുതാനന്ദൻ. വളരെ വ്യക്തവും ശക്തവുമായി പറയുകയാണെങ്കിൽ ഈ കേബിൾ വിഷന്റെ വാർഷികാഘോഷത്തിന് എന്റെ എല്ലാവിധ അഭിവാദ്യങ്ങളും നേരുന്നു. നമ്മെല്ലാം വിട്ടുപിരിഞ്ഞ ലീഡർ ശ്രീ K. കരുണാകരൻ. എന്റെ അഭിലാഷം എന്ന് പറയുന്നത് എന്റെ മോനെ ഒരു മന്ത്രായി കാണുമെന്നാണ്. അത് സാധിച്ചില്ല. ജയ് ഗുരുവായൂരപ്പ. മലയാള സിനിമയിലെ കൽപ്പനയെ പോലെ മറ്റൊരു ഹാസ്യ നടി ബിന്ദു പണിക്കർ. ഏട്ടാ അശോക, നിനക്കറിയോ പണ്ട് ഞാൻ കോളേജിൽ പഠിക്കുമ്പോ എനിക്കായിരുന്നു ക്ലാസ്സിൽ ഫസ്റ്റ്. പക്ഷെ റിസൾട്ട് വന്നപ്പോ ഞാൻ തോറ്റു. അതെങ്ങനെയാ? അവറ്റകൾക്ക് എന്നോട് സ്നേഹമില്ലല്ലോ. എന്തായാലും ഒന്ന് കൈയടിക്കത്. ഒന്ന് കൈയടിക്ക. അടുത്തായിട്ട് മലയാള സിനിമയിൽ ഒരു വേറിട്ട ശബ്ദത്തിന്റെ ഉടനായ നടൻ ശ്രീ ജനാർദ്ദനൻ. പട്ടച്ചാരായം കൊണ്ട് കൊട്ടാരം നശിപ്പിച്ചു. തമിഴിലെ സൂപ്പർ സ്റ്റാർ വിജയ്. നമുക്ക് മുന്നോട് നോട്ടം തന്നെ സ്വന്തമോ പുസ്തക സക്കട മുന്നോടിയാണ് നമുക്ക് പോലീസുകാർ പൊത്തത്. വറ 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 വീട്ടുകുറുന്നത്. മലയാള സിനിമയിൽ
മലയാള സിനിമയുടെ കാരണവരായ ശ്രീ KTS പഴനിയിൽ. എന്റെ മകനാണ് ഇവൻ, ഇവന്റെ മകനാണ് അവൻ, അവന്റെ മകനാണ് വീരേന്ദ്രൻ. അവസാനമായിട്ട് ഒരൈറ്റം കൂടി അവതരിപ്പിച്ച് ഞാൻ നിർത്തുകയാണ്. ഇപ്പൊ എല്ലാവരുടെ കയ്യിലും മൊബൈൽ ഫോണുകൾ ഉണ്ടാവുമല്ലോ. നമ്മൾ റേഞ്ച് ഇല്ലാത്ത ഒരു സ്ഥലത്തേക്ക് വിളിക്കുകയാണെങ്കിൽ, നിങ്ങൾ വിളിക്കുന്ന സബ്സ്ക്രൈബർ പരിധിക്ക് പുറത്താണ്, ദയവായി അല്പസമയം കഴിഞ്ഞ് വിളിക്കുക എന്ന് പറയും. നമ്മൾ റേഞ്ച് ഇല്ലാത്ത ഒരു സ്ഥലത്തേക്ക് വിളിക്കുകയാണെങ്കിൽ അവിടുത്തെ ആൾക്കാരുടെ ശൈലി എങ്ങനെ പറയുമെന്ന് നോക്കാം. തിരുവനന്തപുരം ജില്ലയിലേക്ക് വിളിക്കുകയാണെങ്കിൽ, അപ്പി എന്തെന്ന് പറയാൻ, എത്ര നേരായിട്ട് പറഞ്ഞു റേഞ്ചിലെന്ന് തള്ളെ കലിപ്പ് തീരല്ലോ എന്ന് പറയും. തൃശൂർ ജില്ലയിലേക്ക് വിളിക്കുകയാണെങ്കിൽ, ഹൈ എന്തുട്ട ശബി, എത്ര നേരിട്ട് പറഞ്ഞ റേഞ്ചിൽ മോദിക്കിട്ട് കീറാണ്ടതിന് മൊതേ ഷേപ്പണ് മാറ്റാ എന്ന് പറയും. മലപ്പുറം ജില്ലയിലേക്ക് വിളിക്കുകയാണെങ്കിൽ, എവിടുക്കാടാ ഹംകെ ജിനക്ക് കൂട്ടുന്നു 6 മാസം എന്ന് പറയും. എനിക്ക് ഇങ്ങനെ ഒരു വേദി തന്ന ഇതിന്റെ സംഘാടകരോടും എല്ലാവരോടും എന്റെ ഹൃദയംഗമമായ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. നന്ദി. നമ്മുടെ ഏഷ്യാനെറ്റ് ചാനലിലെ വിന്നും താരം റിയാലിറ്റി ഷോയിലെ വിന്നറാണ് നമ്മുടെ അഖില്. പിന്നെ ഒരുപാട് സ്റ്റേജിൽ ഇപ്പൊ പരിപാടി അവതരിപ്പിക്കുന്നുണ്ട്. കലാഭവനില് അഡ്മിഷൻ കിട്ടിയോ? പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ? ശരി, ഓൾ ദ ബെസ്റ്റ് അഖിൽ. നമ്മൾ തന്ന സംവിധായകരാണ് സിദ്ദിഖ് ലാൽ. അതിലെ ലാൽ നല്ലൊരു നടനായി, സിദ്ദിഖ് സാറ് മികച്ചൊരു സംവിധായകനായി അദ്ദേഹത്തിന്റെ കഴിവ് അങ്ങ് ഹിന്ദിയിലാണ് പ്രകടിപ്പിച്ചിരുന്നു. അദ്ദേഹം മഴവിൽ മനോരമ എന്ന ചാനലിൽ കോമഡി ഫെസ്റ്റിവൽ എന്ന പ്രോഗ്രാമിൽ ഒരു ടീമിന്റെ പെർഫോമൻസ് കഴിഞ്ഞാൽ എങ്ങനെയാണ് അത് ജഡ്ജ്മെന്റ് ചെയ്യുന്നത്, അദ്ദേഹത്തിന്റെ ആ ജഡ്ജ്മെന്റ് ചെയ്യുന്ന രീതി നമുക്ക് നോക്കാം. വളരെ നല്ലൊരു പെർഫോമൻസ് ആണ് ജോബി കാഴ്ചവെച്ചത്. അത് കുറച്ചും കൂടി നന്നായിട്ട് ചെയ്തിരുന്നെങ്കിൽ അത് കുറച്ചും കൂടി നന്നാക്കി ശ്രദ്ധിക്കാമായിരുന്നു. പ്രത്യേകിച്ച് ആ ഫീമെയിൽ പോർഷൻ വരുമ്പോൾ ആ ഫീമെയിൽ പോർഷൻ നന്നായിരുന്നു. സുരാജ് പറഞ്ഞത് കറക്റ്റാണ്, ഉർവശി ചേച്ചി പറഞ്ഞതും കറക്റ്റാണ്. പക്ഷെ എന്താണെന്ന് അറിയുന്നില്ല, നിങ്ങൾക്ക് എവിടെ ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. അത് ഒന്നുകൂടി കറക്റ്റായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത എപ്പിസോഡിൽ നല്ല മാർക്കോട് കൂടി തന്നെ മുന്നേറാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെയാണ്. അപ്പോൾ അടുത്ത പെർഫോമൻസിൽ നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. താങ്ക് യു. പിന്നീട് വന്നത് മാനത്തെ കൊട്ടാരം എന്ന ചിത്രത്തിൽ ഒരു മാപ്പ് കച്ചവടക്കാരനുണ്ടായിരുന്നു. അദ്ദേഹം ആരാന്നറിയോ? തെങ്കാശിപ്പട്ടണം എന്ന ചിത്രത്തിൽ ഗാനമേളത്തിന്റെ മാനേജറായിട്ട് വന്നിരുന്നു കലാഭവൻ നാരായണൻകുട്ടി. അദ്ദേഹത്തിനോട് പ്രോഗ്രാം ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയാണ് ഞാൻ. അദ്ദേഹത്തിന്റെ ശബ്ദം. എന്റെ പൊന്നമ്മച്ചി, കുന്നോളത്തിന്റെ മാപ്പുള്ള കുന്നോളത്തിന്റെ മാപ്പിൽ നിന്ന് ഈ ഒരു സസ്പെൻഷൻ കൂടി കഴിഞ്ഞാൽ എന്റെ ഭാര്യ പാലക്കാടേക്ക് വേണമെന്നാ പറഞ്ഞിരിക്കുന്നു. കുടിക്കണം നല്ല ആഗ്രഹമുണ്ട്, പക്ഷെ കുടിക്കാൻ പറ്റില്ല. മോളെ സംഗീത ഒരു പാട്ട് പാടും മോളെ. ഒക്കെ വേണ്ട. താങ്ക് യു. പിന്നീട് മലയാളത്തിന്റെ ജനപ്രിയ നടൻ ദിലീപ്. പരിഹസിക്കരുത്, എനിക്ക് കുട്ടി ഇഷ്ടായി, ഒരുപാട് ഇഷ്ടായി. ഇഷ്ടമാണെങ്കിൽ ഇഷ്ടമാണെന്ന് പറയൂ. എനിക്ക് ഇഷ്ടമല്ല. അങ്ങനെ പറയരുത്. കഴിഞ്ഞ 5 വർഷമായി കുട്ടിയുടെ പുറകിൽ ഞാൻ നടക്കാൻ തുടങ്ങിയിട്ട്. ഈ 5 വർഷം LLBക്ക് പഠിച്ചെങ്കിൽ വക്കീലായനെ, MBBS പഠിച്ച ഡോക്ടറായനെ, എന്തിന് ജയിലിൽ കിടന്ന് ഞാൻ റിലീസായനെ. അമ്മേ വാസുവേട്ടൻ വെറുതെ ഇരുന്ന് പറഞ്ഞു കൊടുത്തുകൂടി. എന്താ അത്? ഹായ് പാക്കര. അടുത്തത് ഒരു കാലഘട്ടത്ത് സിനിമയുടെ യൂണിവേഴ്സൽ ഹീറോ എന്നറിയപ്പെടുന്ന ഒരു നടനായിരുന്നു കമൽ ഹാസൻ. അദ്ദേഹം അഭിനയിച്ച ഒരു പ്രശസ്തമായ തമിഴ് സിനിമയാണ് ഗുണ. അതിൽ അദ്ദേഹവും ജാനകിയമ്മയും ചേർന്ന് ആലപിച്ചൊരു ഗാനമുണ്ട്. ന്യൂ ജനറേഷൻ ഈ പാട്ട് കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, എങ്കിലും ചിലരുടെ മനസ്സിലെങ്കിലും അത് തങ്ങി നിൽക്കുന്നുണ്ടാവും. കമൽഹാസനും ജാനകിയമ്മയും ചേർന്ന ഒരു ഗാനത്തിന്റെ അല്പം. കൺമണി அன்போட காதலன் நான் நான் எழுதும் கடிதம் இல்ல லெட்டர் இல்ல கடிதாசி
കരിതുള്ളി വരും, പിന്നെ പാലിന്റെ കാശിനുമാളു വരും. ഇത് ഒരു വക മെനകെട്ട സുപ്രഭാതം. ഈശ്വര, ഇന്നലത്തെ അതേ സമയത്ത് തന്നെ ഇന്നും നേരം വെളുത്തു. ഇതെന്തൊരു പരീക്ഷണം! ഇവിടെ എന്തോരം പണികളാണ് എന്റെ ദൈവമേ. മുറ്റം അടിച്ചിട്ടില്ല, പറഞ്ഞിട്ടില്ല, പള്ളി തേച്ചിട്ടില്ല, ഒരു തുള്ളി വെള്ളം തരാൻ പോലും ഇവിടെ ആരുമില്ല. ഭാർഗവ, പ്രഭാകരോ, സോമശേഖരനോടാ വന്നു. എന്തിനാ അച്ഛാ ഞങ്ങളെ വിളിപ്പിച്ചത്? നിങ്ങളെ ഒന്നും എനിക്ക് കാണണ്ട. ശരി അച്ഛാ. നിൽക്കണവിടെ. മക്കളാണത്രേ മക്കൾ. മക്കളെ കണ്ടും മാമ്പു കണ്ടും കൊതിക്കരുതെന്നാ ചൊല്ല്. എടാ, നിങ്ങളുടെയൊക്കെ അമ്മയുണ്ടായിരുന്നെങ്കിൽ എന്റെ ഊപ്പാട് വന്നേനെ. എന്റെ അച്ഛൻ ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു ഇവിടെ ഒരു വേലക്കാരിയെ നിർത്തണമെന്ന്. അതേടാ, നിങ്ങൾ തന്നെ അത് പറയണം. എത്ര വേലക്കാരികളെ നിർത്തിയിരുന്ന വീടായിരുന്നു ഇത്. കൊച്ചിറയിലെ കോളനിയിലെ ഓമന, ഒരു ഓമന, ആലപ്പുഴക്കാരിയായ ഒരു ആമിന, കുഞ്ഞാമിന, കൊല്ലത്തുള്ളൊരു പല്ല് പൊങ്ങിയ ചെല്ലമ്മ, കള്ളിച്ചെല്ലമ്മ, പിന്നെ അന്തപ്പന്ന ബന്ധത്തിലുള്ള ഒരു ശാന്തമ്മ, ശാന്തമ്മ. അങ്ങനെ എത്ര പേര് കയറിയിറങ്ങി പോയ വീടായത്. എന്ത് കാര്യം? വേലി തന്നെ വിളവ് തിന്നില്ലേ? അച്ഛന്റെ ഒരു മുടിഞ്ഞ പഴഞ്ചൊല്ലി. ഈ പഴഞ്ചൊല്ലി കാരണം ഇവിടെ വന്ന കംപ്ലീറ്റ് വേലക്കാരികൾ പോയത് അറിയാവാ? വേണ്ട പഴഞ്ചൊല്ലിൽ പതിരില്ല മോനെ. പിന്നെ ഞാൻ നിങ്ങളെയൊക്കെ വിളിപ്പിച്ചത് ഒരു പ്രധാന കാര്യം പറയാനാ. ഇന്നിവിടെ പുതിയൊരു വേലക്കാരി വരുന്നു. കണ്ട എങ്ങനെ പിടിച്ച പിള്ളേര് ചക്കക്കൂട്ടാൻ കണ്ട പോലുള്ള ആക്രാന്തം കണ്ട. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ഇനി കുരുത്തക്കേട് കാണിച്ച പുറത്താക്കുന്നത് വേലക്കാരി ആയിരിക്കില്ല, നിങ്ങളെ ആയിരിക്കുള്ളൂ. എലി പുന്നല് കണ്ട പോലെ നോക്കി നിൽക്കാതെ പണിക്ക് പോടാ. അവരെ പറഞ്ഞിട്ട് എന്ത് കാര്യം? എന്റെ അല്ലേ മക്കള്. മത്ത കുത്തിയാ കുമ്പളം മുളക്കോ? നമസ്കാരം മുതലാളി, ഞാനാണ് ഇവിടുത്തെ പുതിയ ബാലക്കാരി, വേലക്കാരി. എന്താ വേലക്കാരിയുടെ പേര്? ലൈലാമ്മ ലൈലാമ്മ വേലക്കാരി ലൈലാമ്മ വീട്ടിലെ നമ്പർ 1 സർവന്റ്. ലൈനാക്ക നോക്കിയാലും വീഴാത്ത ലൈലാണ് ലൈലാമ്മ, നാട്ടിലെ ഫേമസ് കുക്കാണ്. കാലത്തന്നെ കിച്ചണിലെ കയറും ഞാനോ, കാലത്തന്നെ കിച്ചണിലെ കയറും ഞാൻ. ഒട്ടും കടല റെഡിയാക്കും ഫാസ്റ്റ് ഞാൻ. സീരിയൽ മൊത്തത്തിൽ കാടും ഞാൻ. ശമ്പളം കൃത്യത്തിൽ വാങ്ങിക്കും ഞാൻ. എന്റെ ലൈലാമ്മേ, നിന്നെ പോലുള്ള ഒരു വേലക്കാരിയെ കിട്ടാൻ വേണ്ടി ഞാൻ എന്തുമാത്രം കഷ്ടപ്പെട്ടെന്ന് അറിയാവാ? പിന്നെ നിനക്ക് ഈ പരിസരമൊക്കെ ഇഷ്ടപ്പെട്ടാ? ഇഷ്ടപ്പെട്ടു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് വൃക്ഷലതാദികളാ. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഫലമൂലാദികളാ. ഒരു കാര്യം പറഞ്ഞേക്കാം, എനിക്ക് 3 മക്കളെ. എന്റെ മക്കളായതുകൊണ്ട് പറയുകയല്ല, ഇത്രയും വൃത്തികെട്ടവന്മാർ ഈ പഞ്ചായത്തിലില്ല. പിന്നെ സൂക്ഷിച്ചും കണ്ട് നിന്ന നിനക്ക് കൊള്ളാം, ഇല്ലെങ്കിൽ നിനക്ക് കൊള്ളും. മുതലാളി പേടിക്കണ്ട, ഞാൻ മുമ്പ് നിന്ന 5 വീട്ടിലും ഇതിലും ഭയങ്കരന്മാരായിരുന്നു. അവരെയൊക്കെ വരച്ച വരയിൽ നിർത്തിയിട്ടുള്ളവളാ ഈ ലൈലാമ്മ. നടക്കട്ടെ ജോലി നടക്കട്ടെ, ഞാനൊന്ന് കറങ്ങേച്ചു വരാം. പിന്നെ നമുക്ക് ഇനിയും പരിചയപ്പെടാനുണ്ട്. ശരി മുതലാളി. ഓ എന്റെ ലൈലാമ്മേ. ഇതാര്? ശാന്തയോ? നീ എന്താ ഇവിടെ? എന്റെ ശാന്ത, ഇതെന്റെ വീടാണ്. ഞാനിവിടെ പുതിയതായി വന്ന വേലക്കാരിയാ. ഓ, ലീവ് എടുത്ത് വന്നത് എത്ര നന്നായി. എനിക്ക് എന്റെ പഴയ ശാന്തയെ ഒന്ന് കാണാൻ പറ്റിയല്ലോ. ഭാർഗവേട്ടനാണോ മൂത്തത്? അല്ല, അച്ഛനാ മൂത്തത്. കുറച്ച് കഴിയുമ്പോ ഞാനും മൂക്കും. അയ്യോ, അതല്ല, പിന്നെ തലയ്ക്ക് മൂത്തത്. അത് അനിയനാ. അവൻ 3-4 വർഷമായിട്ട് മരുന്ന് കഴിച്ചോണ്ടിരിക്കല്ലേ. അതല്ല. എന്താ ശാന്ത?
ഓർമ്മയുണ്ടോ? കണ്ടത് ഓർമ്മയില്ല, പിന്നെ മുട്ടിയത് ഓർമ്മയുണ്ട്. ഞാനൊന്നു വിളിച്ചപ്പോൾ നാണമില്ലാതോടി വന്നാൽ, ഞാനൊന്നു വിളിച്ചപ്പോൾ നാണമില്ലാതോടി വന്ന ജേലൊത്ത വെണ്ണല്ലേടി നീ, എടി വമ്പത്തി കൊമ്പുള്ള വെണ്ണല്ലേടി നീ. പള്ളിക്കവലൽ വെച്ച് തുള്ളിക്കളിച്ചു വന്ന് കള്ള കണ്ണെറിഞ്ഞില്ലേ നീ, എടി ശാന്തമ്മേ ഞാൻ നിന്നെ പ്രേമിച്ചില്ലേടി. പ്രേമിച്ച പെണ്ണെ നീ എൻ വീട്ടില് വന്ന് കേറാൻ ഞാനെന്ത് ഭാഗ്യം ചെയ്തടി, എടി ശാന്തമ്മേ ഞാൻ നിന്നെ കെട്ടിക്കൊള്ളാടി. അയ്യോ ഭാർഗവേട്ട, പുറത്താരോ വന്നു. ശാന്ത ഇതൊന്നും ആരോടും പറയരുത് കേട്ടോ, നമുക്ക് പിന്നെ കാണാം. അയ്യോ ഇതാണ് സുഷമ്യോ. അയ്യോ ദേ പ്രഭാകരേട്ടൻ. സുഷമ്യ നീ എന്താ ഇവിടെ? ഞാനിവിടെ പുതിയതായി ജോലിക്ക് വന്ന പ്രഭാകരേട്ടൻ എന്താ ഇവിടെ? ഇതെന്റെ വീടല്ലടോ, നീ ഇവിടെ വേലക്ക് വന്നതാ, ഇന്ന് നിന്നെ ഞാൻ കൊല്ലു. ഈ പ്രഭാകരേട്ടന്റെ ഒരു സ്നേഹം. പിന്നെ വേലക്കാരിയായിട്ടാണ് നീ എന്റെ അടുത്തൊന്ന് എത്തിയല്ലോ, എനിക്കത് മതി, എനിക്കത് മാത്രം മതി. എനിക്കത് മതി. ആണോ? അതൊക്കെ പോട്ടെ സുസു, നിനക്ക് ഓർമ്മയുണ്ടോ അന്ന് ഓണ ദിവസം ഞാൻ ഫാൻസി ഡ്രസ് മത്സരത്തിൽ ഹനുമാന്റെ വേഷം കെട്ടിയിട്ട് എനിക്ക് 2ാം സമ്മാനം കിട്ടിയത്? അതാ അപ്പൊ കുഴപ്പമായത്. ഏത്? വേഷം കെട്ടാതിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ചേട്ടൻ 1ാം സമ്മാനം തന്നെ കിട്ടിയാനെ. നിന്റെ ഒരു വളിച്ച തമാശ. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ചെത്തി നടന്നൊരു ചെത്ത് പെണ്ണെ നീ ഇനി കോമഡി പറയല്ലേ. കൊച്ചിയിലുള്ളൊരു കൊച്ചു പെണ്ണെ അന്ന് നീ എന്നെ വളച്ചില്ലേ, അന്ന് തൊട്ട് എന്നെ ലവറായി നിന്നെ മാത്രം കണ്ടിട്ടുള്ളൂ ഞാൻ. നീ വന്നതോ ഇന്ന് മനസ്സിന് ഉല്ലാസം, ആനന്ദം, ആഘോഷം. ഐ ആം വെരി ഹാപ്പി. എന്റെ സൂസു, എത്ര കാലമായി നമ്മളിങ്ങനെ നടിച്ചു പൊളിച്ചിട്ട്. അയ്യോ പ്രഭാകരേട്ടൻ പുറത്താരോ വന്നു തോന്നുന്നു. ആരെങ്കിലും വന്നോ? എന്നാ ഞാനൊരു കാര്യം ചെയ്യാം, അകത്തിരിക്കുക. പിന്നെ സുസു, നമ്മൾ തമ്മിലുള്ള ഈ ബന്ധം ആരും അറിയരുത്. ഞാനകത്ത് കാണും, ഞാനകത്തുണ്ടാവേ, ഞാനകത്തേക്ക് പോവാണേ എന്റെ സുസു. രക്ഷപ്പെട്ടു. ഈശ്വര, ഇതാര്? എന്റെ സോമേട്ടനോ? നീ? ഞാൻ സുഷമ. അല്ലല്ല, കനകം. കനകം. സോമേട്ട. കനകം. സോമേട്ട. കനകേട്ടാ. സോമം. കനകേട്ടാ. സോമം. എന്തായാലും നീ ഇവിടെ വേലക്കാരായിട്ട് വന്നത് നന്നായി. എനിക്ക് നിന്നെ എപ്പോഴും കണ്ടോണ്ടിരിക്കാലോ. വേണ്ട, എന്നോട് മിണ്ടണ്ട. എന്നെ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞിട്ട് പിന്നീട് നമ്മൾ കാണുന്നത് ഇപ്പോഴല്ലേ. എനിക്കറിയാം ചേട്ടൻ എന്നോട് ഒട്ടും സ്നേഹമില്ല. അങ്ങനെ പറയരുത് കനകം. നിനക്ക് വേണ്ടി എന്നെ പെറ്റ് വളർത്തിയവരെ പോലെ ഉപേക്ഷിച്ച് വരാൻ ഞാൻ തയ്യാറാണ്. ചേട്ടന് വേണ്ടി ഞാൻ പെറ്റ് വളർത്തിയവരെ പോലും ഉപേക്ഷിക്കാൻ ഞാനും തയ്യാറാണ്. അതൊക്കെ പോട്ടെ, എന്തൊക്കെയുണ്ട് കനകം പിന്നെ വിശേഷങ്ങൾ? ചേട്ടാ, നമ്മുടെ പ്രേമ വല്ലരി പൂത്തൊലിയുമോ? തൊലയും കനകം, തൊലയും, പൂത്തൊലയും. കനകം, കഴിഞ്ഞതൊന്നും ഞാൻ മറന്നിട്ടില്ല. ഞാനും. നിന്നെ കണ്ട നാള് തൊട്ട് എന്റെ ഗീശ വട്ടം കീറി പണമെല്ലാം വിഴുങ്ങി നീ ഉരുളിപ്പെണ്ണേ. ഹോട്ടലിലും പാർലറിലും കയറി കയറി മൊത്തം കാശ് തിന്ന് തീർത്തത് ഓർമ്മയുണ്ടോ മൂടിച്ചി പെണ്ണേ? നിന്നെ കണ്ട നാള് തൊട്ട് എന്റെ ഗീശ വട്ടം കീറി പണമെല്ലാം വിഴുങ്ങി നീ ഉരുളിപ്പെണ്ണേ. കണ്ടതൊക്കെ വാങ്ങിക്കൂട്ടി ഡെയിലി അന്ന് ചാറവറ കീറി എന്റെ കളസം. ഇതാണ് എന്റെ പ്രിയതമ കനകം. ഹായ് 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 ഹായ്, എന്റെ കാശി മുടിപ്പിച്ച ലൗവമ്മോ. സോമശേഖര, അയ്യോ അച്ഛൻ. ഇക്കട്ടയിൽ ഉറുമ്പരിക്കുന്നോടാ. എടാ എടാ മക്കളെ, നിങ്ങൾക്ക് 3 ആൾക്കും വിവാഹപ്രായം എത്തിയെന്ന് ഈ അച്ഛന് മനസ്സിലായടാ. പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളെ 3 പേരെയും നിങ്ങളുടെ അമ്മ ഇരട്ട വെച്ചതാടാ.
എന്താ കുഴപ്പം? തെറ്റിപ്പോയാ? ആ എടാ മക്കളെ, നിങ്ങളുടെ 3 പേരുടെയും വിവാഹം ഒരേ ദിവസം ഒരേ വേദിയിൽ വെച്ച് നടത്തണമെന്നാണ് ഈ അച്ഛന്റെ ആഗ്രഹം. അച്ഛാ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താടാ? ഞാനൊരു പെൺകുട്ടിയെ സ്നേഹിക്കുന്നു, ശാന്ത. അവളെ മാത്രമേ ഞാൻ കല്യാണം കഴിക്കൂ. ചേട്ടൻ പറഞ്ഞ സ്ഥിതിക്ക് ഞാനും ഇനി ഒന്നും മറച്ചു വെക്കുന്നില്ല. ഞാനും ഒരു പെണ്ണിനെ സ്നേഹിക്കുന്നത്. സ്റ്റൈലാണെന്ന് നോക്ക് സുഷമ. അങ്ങനെയാണെങ്കിൽ എനിക്ക് വരുത്തിയ ഇഷ്ടമാണല്ലോ കനകം. അത് ശരി. അപ്പൊ കാര്യങ്ങൾ ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഈ അച്ഛൻ ഒരു പെണ്ണിനെ കെട്ടാൻ തീരുമാനിച്ചു. ഏത് പെണ്ണ്? നമ്മുടെ പുതിയ വേലക്കാരി, ഈ നിൽക്കുന്ന ലൈലാമ്മ. അയ്യോ ശാന്തേ, സുഷമേ, കനകം. ഈശ്വര, ഇന്നലത്തെ അതേ സമയത്ത് തന്നെ ഇന്നും നേരം വെളുത്തു. ഇതെന്തൊരു പരീക്ഷണം! ഇവിടെ എന്തോരം പണികളാണ് എന്റെ ദൈവമേ. മുറ്റം അടിച്ചിട്ടില്ല, പറഞ്ഞിട്ടില്ല, പല്ല് തേച്ചിട്ടില്ല, ഒരു തുള്ളി വെള്ളം തരാൻ പോലും ഇവിടെ ആരുമില്ല. ഭാർഗവ, പ്രഭാകരോ, സോമശേഖരനോടാ വന്നോന്ന്. എന്തിനാ അച്ഛാ ഞങ്ങളെ വിളിപ്പിച്ചത്? നിങ്ങളെ ഒന്നും എനിക്ക് കാണണ്ട. ശരി അച്ഛാ. നിൽക്കണം അവിടെ. മക്കളാണത്രേ മക്കൾ. മക്കളെ കണ്ടും മാമ്പു കണ്ടും കൊതിക്കരുതെന്നാ ചൊല്ല്. എടാ, നിങ്ങളുടെയൊക്കെ അമ്മയുണ്ടായിരുന്നെങ്കിൽ എന്റെ ഊപ്പാട് വന്നേനെ. എന്റെ അച്ഛൻ ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു ഇവിടെ ഒരു വേലക്കാരിയെ നിർത്തണമെന്ന്. അതേടാ, നിങ്ങൾ തന്നെ അത് പറയണം. എത്ര വേലക്കാരികളെ നിർത്തിയിരുന്ന വീടായിരുന്നു ഇത്. എന്ത് കാര്യം? വേലി തന്നെ വിളവ് തിന്നില്ലേ? അച്ഛന്റെ ഒരു മുടിഞ്ഞ പഴഞ്ചൊല്ലി. ഈ പഴഞ്ചൊല്ലി കാരണം ഇവിടെ വന്ന കംപ്ലീറ്റ് വേലക്കാരികൾ പോയത് അറിയാവാ? വേണ്ട വേണ്ട, പഴഞ്ചൊല്ലിൽ പതിരില്ല മോനെ. പിന്നെ ഞാൻ നിങ്ങളെയൊക്കെ വിളിപ്പിച്ചത് ഒരു പ്രധാന കാര്യം പറയാനാ. ഇന്നിവിടെ പുതിയൊരു വേലക്കാരി വരുന്നു. കണ്ട എങ്ങനെ പിടിച്ച പിള്ളേര് ചക്കക്കൂട്ടം കണ്ട പോലുള്ള ആക്രാന്തം കണ്ട. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ഇനി കുരുത്തക്കേട് കാണിച്ച പുറത്താക്കുന്നത് വേലക്കാരി ആയിരിക്കില്ല, നിങ്ങളെ ആയിരിക്കുള്ളൂ. എലി പുന്നല് കണ്ട പോലെ നോക്കി നിൽക്കാതെ പണിക്ക് പോടാ. അവരെ പറഞ്ഞിട്ട് എന്ത് കാര്യം? എന്റെ അല്ലേ മക്കള്. മത്ത കുത്തിയാ കുമ്പളം മുളക്കോ? നമസ്കാരം മുതലാളി, ഞാനാണ് ഇവിടുത്തെ പുതിയ ബാലക്കാരി, വേലക്കാരി. എന്റെ ലൈലാമ്മേ, നിന്നെ പോലുള്ള ഒരു വേലക്കാരിയെ കിട്ടാൻ വേണ്ടി ഞാൻ എന്തുമാത്രം കഷ്ടപ്പെട്ടെന്ന് അറിയാവാ? പിന്നെ നിനക്ക് ഈ പരിസരമൊക്കെ ഇഷ്ടപ്പെട്ടു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് വൃക്ഷലതാദികളാ. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഫലമൂലാദികളാ. ഒരു കാര്യം പറഞ്ഞേക്കാം, എനിക്ക് 3 മക്കളെ. എന്റെ മക്കളായതുകൊണ്ട് പറയുകയല്ല, ഇത്രയും വൃത്തികെട്ടവന്മാർ ഈ പഞ്ചായത്തിലില്ല. പിന്നെ സൂക്ഷിച്ചും കണ്ട് നിന്ന നിനക്ക് കൊള്ളാം, ഇല്ലെങ്കിൽ നിനക്ക് കൊള്ളും. മുതലാളി പേടിക്കണ്ട, ഞാൻ മുമ്പ് നിന്ന 5 വീട്ടിലും ഇതിലും ഭയങ്കരന്മാരായിരുന്നു. അവരെയൊക്കെ വരച്ച വരയിൽ നിർത്തിയിട്ടുള്ളവളാ ഈ ലൈലാമ്മ. നടക്കട്ടെ ജോലി നടക്കട്ടെ, ഞാനൊന്ന് കറങ്ങേച്ചു വരാം. പിന്നെ നമുക്ക് ഇനിയും പരിചയപ്പെടാനുണ്ട്. ശരി മുതലാളി. ഓ എന്റെ ലൈലാമ്മേ. ഇതാര്? ശാന്തയോ? നീ എന്താ ഇവിടെ? എന്റെ ശാന്ത, ഇതെന്റെ വീടാണ്. ഞാനിവിടെ പുതിയതായി വന്ന വേലക്കാരിയാ. ഓ, ലീവ് എടുത്ത് വന്നത് എത്ര നന്നായി. എനിക്ക് എന്റെ പഴയ ശാന്തയെ ഒന്ന് കാണാൻ പറ്റിയല്ലോ. ഭാർഗവേട്ടനാണോ മൂത്തത്? അല്ല, അച്ഛനാ മൂത്തത്. കുറച്ച് കഴിയുമ്പോ ഞാനും മൂക്കും. അയ്യോ അതല്ല, പിന്നെ തലയ്ക്ക് മൂത്തത്. അത് അനിയനാ. അവൻ 3-4 വർഷമായിട്ട് മരുന്ന് കഴിച്ചോണ്ടിരിക്കല്ലേ. പിന്നെ എന്താ ശാന്തേ? മക്കളിൽ മൂത്തത്. അതാണോ? അത് ഞാനാ. ശാന്തേ, നമ്മൾ ആദ്യമായി കണ്ടുമുട്ടിയത് ഓർമ്മയുണ്ടോ? കണ്ടത് ഓർമ്മയില്ല, പിന്നെ മുട്ടിയത് ഓർമ്മയുണ്ട്. അയ്യോ ഭാർഗവേട്ട, പുറത്താരോ വന്നു.
ശാന്ത ഇതൊന്നും ആരോടും പറയരുത് കേട്ടോ. നമുക്ക് പിന്നെ കാണാം. അയ്യോ ഇതാണ് സുഷമ്യോ. അയ്യോ ഞാനിവിടെ പുതിയതായി ജോലിക്ക് വന്ന പ്രഭാകരൻ ഇവിടെ. ഇതെന്റെ വീടല്ലടോ. നീ ഇവിടെ വേലക്ക് വന്നതാ. ഇന്ന് നിന്നെ ഞാൻ കൊല്ലു. ഈ പ്രഭാകരന്റെ ഒരു സ്നേഹം. പിന്നെ വേലക്കാരിയായിട്ടാണ് നീ എന്റെ അടുത്തൊന്ന് എത്തിയല്ലോ. എനിക്കത് മതി. എനിക്കത് മാത്രം മതി. എനിക്കത് മതി. ആണോ? അതൊക്കെ പോട്ടെ സുസു, നിനക്ക് ഓർമ്മയുണ്ടോ അന്ന് ഓണ ദിവസം ഞാൻ ഫാൻസി ഡ്രസ് മത്സരത്തിൽ ഹനുമാന്റെ വേഷം കെട്ടിയിട്ട് എനിക്ക് 2ാം സമ്മാനം കിട്ടിയത്? അതാ അപ്പൊ കുഴപ്പമായത്. ഏത് വേഷം കെട്ടാതിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ചേട്ടൻ 1ാം സമ്മാനം തന്നെ കിട്ടിയാനെ. നിന്റെ ഒരു വളിച്ച തമാശ. ഞാനൊരു കാര്യം പറഞ്ഞു. ഐ ആം വെരി ഹാപ്പി. എന്റെ സൂസു, എത്ര കാലമായി നമ്മളിങ്ങനെ നടിച്ചു പൊളിച്ചിട്ട്. അയ്യോ പ്രഭാകരന്റെ പുറത്താരോ വന്നു തോന്നുന്നു. ആരെങ്കിലും വന്നോ? എന്നാ ഞാനൊരു കാര്യം ചെയ്യാം, അകത്തിരിക്ക. പിന്നെ സുസു, നമ്മൾ തമ്മിലുള്ള ഈ ബന്ധം ആരും അറിയരുത്. ഞാനകത്ത് കാണും. ഞാനകത്തുണ്ടാവേ. ഞാനകത്തേക്ക് പോവാണ് എന്റെ സുസു. രക്ഷപ്പെട്ടു. ഈശ്വര, ഇതാര്? എന്റെ സോമേട്ടനോ? നീ? ഞാൻ സുഷമ. അല്ലല്ല, കനകം. കനകം. സോമേട്ട. കനകം. സോമേട്ട. കനകേട്ടാ. സോമം. കനകേട്ടാ. സോമം. എന്തായാലും നീ ഇവിടെ വേലക്കാരായിട്ട് വന്നത് നന്നായി. എനിക്ക് നിന്നെ എപ്പോഴും കണ്ടോണ്ടിരിക്കാലോ. വേണ്ട, എന്നോട് മിണ്ടണ്ട. എന്നെ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞിട്ട് പിന്നീട് നമ്മൾ കാണുന്നത് ഇപ്പോഴല്ലേ. എനിക്കറിയാം ചേട്ടൻ എന്നോട് ഒട്ടും സ്നേഹമില്ല. അങ്ങനെ പറയരുത് കനകം. നിനക്ക് വേണ്ടി എന്നെ പെറ്റ് വളർത്തിയവരെ പോലും ഉപേക്ഷിച്ച് വരാൻ ഞാൻ തയ്യാറാണ്. ചേട്ടന് വേണ്ടി ഞാൻ പെറ്റ് വളർത്തിയവരെ പോലും ഉപേക്ഷിക്കാൻ ഞാനും തയ്യാറാണ്. അതൊക്കെ പോട്ടെ, എന്തൊക്കെയുണ്ട് കനകം പിന്നെ വിശേഷങ്ങൾ? ചേട്ടാ, നമ്മുടെ പ്രേമ വല്ലരി പൂത്തൊലയുമോ? തൊലയും കനകം, തൊലയും. പൂത്തൊലയും. കനകം, കഴിഞ്ഞതൊന്നും ഞാൻ മറന്നിട്ടില്ല. ഞാൻ അയ്യോ അച്ഛൻ. കട്ടയിൽ ഉറുമ്പരിക്കുന്നോടാ. എടാ മക്കളെ, നിങ്ങൾക്ക് 3ആൾക്കും വിവാഹപ്രായം എത്തിയെന്ന് ഈ അച്ഛന് മനസ്സിലായടാ. പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളെ 3 പേരെയും നിങ്ങളുടെ അമ്മ ഇരട്ട വെച്ചതാടാ. എന്താ കുഴപ്പം? തെറ്റിപ്പോയ? എടാ മക്കളെ, നിങ്ങളുടെ 3 പേരുടെയും വിവാഹം ഒരേ ദിവസം ഒരേ വേദിയിൽ വെച്ച് നടത്തണമെന്നാണ് ഈ അച്ഛന്റെ ആഗ്രഹം. അച്ഛാ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താടാ? ഞാനൊരു പെൺകുട്ടിയെ സ്നേഹിക്കുന്നു, ശാന്ത. അവളെ മാത്രമേ ഞാൻ കല്യാണം കഴിക്കൂ. ചേട്ടൻ പറഞ്ഞ സ്ഥിതിക്ക് ഞാനും ഇനി ഒന്നും മറച്ചു വെക്കുന്നില്ല. ഞാനും ഒരു പെണ്ണിനെ സ്നേഹിക്കുന്നത്. സ്റ്റൈലാണെന്നറിയ നോക്ക് സുഷമ. അങ്ങനെയാണെങ്കിൽ എനിക്ക് വരുത്തിയ ഇഷ്ടമാണല്ലോ കനകം. അത് ശരി. അപ്പൊ കാര്യങ്ങൾ ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഈ അച്ഛൻ ഒരു പെണ്ണിനെ കെട്ടാൻ തീരുമാനിച്ചു. നമ്മുടെ പുതിയ വേലക്കാരി ഈ നിൽക്കുന്ന ലൈലാമ്മ. ശാന്തേ, സുഷമേ, കനകം. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. സമയക്കുറവെല്ലാം ഞാൻ കുറച്ച് ഐറ്റംസ് മാത്രമാണ് അവതരിപ്പിക്കുന്നത്. എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കണം. ഒന്ന് കൈയടിക്കും. ആദ്യമായി ഒരു കല്യാണ മേളത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുന്നു.
കുഞ്ഞിനെ ഓർക്കാൻ പാടുപെടുന്ന അമ്മ. മലയാള സിനിമയിലെ ഒരു ഹാസ്യ നടി കൽപ്പന. എന്റെ വിളിയുമ്പോൾ സ്വാമി ഇതിനോട് പറഞ്ഞ മനസ്സിലാക്കത്തില്ലയോ, ഇതേറ്റോട് ജീവിച്ചെനിക്ക് ഒയ്യ്, എവിടെ തന്നെ കണ്ണാടത്ത് കടിക്കുന്നത് എനിക്ക് ഒയ്യ്, റീമയിലാണ്ട് ചോദിക്കുവാൻ നിന്നെ പോയില്ലേടാ അമ്മയും പെങ്ങിമാരും, എനിക്ക് ഒയ്യ. നന്ദനം എന്ന ചിത്രത്തിലൂടെ പ്രശസ്തി നേടിയ നടി നവ്യ നായർ. ഒരു പാഴ്മുഖം എന്റെ പൊട്ട മനസ്സിൽ തോന്നിയപ്പോ ഞാനോട് ഇങ്ങോട്ട് വന്നത്. എന്തിനായിരുന്നു ഈ പാവം പിഴ സ്വപ്നം കാണിച്ചത്? എന്നും കെടാണ്ട് ഞാൻ ഇത്തിരി തെളിക്കണതാ. ഞാൻ ഇത്തിരി തെളിക്കില്ല. എടുത്താക്കിയിട്ട് വെളിച്ചത്ത് നിശ്ചയിക്കണ്ട. എനിക്ക് കാണാൻ ഈ മുഖം. അതായി ഇപ്പോഴത്തെ നമ്മുടെ പ്രതിപക്ഷ നേതാവും മുൻ മുഖ്യമന്ത്രിയുമായിരുന്ന ശ്രീ PS അച്യുതാനന്ദൻ. വളരെ വ്യക്തവും ശക്തവുമായി പറയുകയാണെങ്കിൽ ഈ കേബിൾ വിഷന്റെ വാർഷികാഘോഷത്തിന് എന്റെ എല്ലാവിധ അഭിവാദ്യങ്ങളും നേരുന്നു. നമ്മെല്ലാം വിട്ടുപിരിഞ്ഞ ലീഡർ ശ്രീ K. കരുണാകരൻ. എന്റെ അഭിലാഷം എന്ന് പറയുന്നത് എന്റെ മോനെ തിരുമന്ത്രായി കാരണമെന്നാണ്. അത് സാധിച്ചില്ല. ജയ് ഗുരുവായൂരപ്പ. മലയാള സിനിമയിലെ കൽപ്പനയെ പോലെ മറ്റൊരു ഹാസ്യ നടി ബിന്ദു പണിക്കർ. ഏട്ടാ അശോക, നിനക്കറിയോ, പണ്ട് ഞാൻ കോളേജിൽ പഠിക്കുമ്പോ എനിക്കായിരുന്നു ക്ലാസ്സിൽ ഫസ്റ്റ്. പക്ഷെ റിസൾട്ട് വന്നപ്പോ ഞാൻ തോറ്റു. അതെങ്ങനെയാ? അവറ്റകൾക്ക് എന്നോട് സ്നേഹമില്ലല്ലോ. എന്താരും ഒന്ന് കൈയടിക്കത്, ഒന്ന് കൈയടിക്ക. അടുത്തായിട്ട് മലയാള സിനിമയിൽ ഒരു വേറിട്ട ശബ്ദത്തിന്റെ ഉടനായ ശ്രീ ജനാർദ്ദനൻ. നശിപ്പിച്ചു പട്ടച്ചാറായം കൊണ്ട് കൊട്ടാരം നശിപ്പിച്ചു. തമിഴിലെ സൂപ്പർ സ്റ്റാർ വിജയ്. നമുക്ക് മുന്നോടി നോട്ടം തന്നെ സ്വന്തമോ പുസ്തകം സക്കട മുന്നോടിയുള്ള ഉനക്കൊന്ന് പോലീസുകാർ പൊത്തത് വറ 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 വീട്ടേക്ക് റന്തുന്നത്. മലയാള സിനിമയുടെ കാരണവരായ ശ്രീ KTS പഴമയിൽ. എന്റെ മകനാണ് ഇവൻ, ഇവന്റെ മകനാണ് അവൻ, അവന്റെ മകനാണ് വീരേന്ദ്രൻ. അവസാനമായിട്ട് ഒരൈറ്റം കൂടി അവതരിപ്പിച്ച് ഞാൻ നിർത്തുകയാണ്. ഇപ്പൊ എല്ലാവരുടെ കയ്യിലും മൊബൈൽ ഫോണുകൾ ഉണ്ടാവുമല്ലോ. നമ്മൾ റേഞ്ചില്ലാത്ത ഒരു സ്ഥലത്തേക്ക് വിളിക്കുകയാണെങ്കിൽ നിങ്ങൾ വിളിക്കുന്ന സബ്സ്ക്രൈബർ പരിധിക്ക് പുറത്താണ്, ദയവായി അല്പസമയം കഴിഞ്ഞ് വിളിക്കുക എന്ന് പറയും. നമ്മൾ റേഞ്ച് ഇല്ലാത്ത ഒരു സ്ഥലത്തേക്ക് വിളിക്കുകയാണെങ്കിൽ അവിടുത്തെ ആൾക്കാരുടെ ശൈലി എങ്ങനെ പറയുമെന്ന് നോക്കാം. തിരുവനന്തപുരം ജില്ലയിലേക്ക് വിളിക്കുകയാണെങ്കിൽ അപ്പി എന്തിനു പറയാൻ, എത്ര നേരായിട്ട് പറഞ്ഞു റേഞ്ചിലൊന്നും തള്ളെ കളിപ്പ് തീരല്ലോ എന്ന് പറയും. തൃശ്ശൂർ ജില്ലയിലേക്ക് വിളിക്കുകയാണെങ്കിൽ
സ്വദേശി പെണ്ണ് മാറ്റാ എന്ന് പറയും. മലപ്പുറം ജില്ലയിലേക്ക് വിളിക്കുകയാണെങ്കിൽ എവിടുക്കാടാ ഹംകേജിലേക്ക് കൂട്ടുന്നത് 6 മാസം എന്ന് പറയും. എനിക്ക് ഇങ്ങനെ ഒരു വേദി തന്ന ഇതിന്റെ സംഘാടകരോടും എല്ലാവരോടും എൻ്റെ ഹൃദയംഗമമായ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. നന്ദി. നമ്മുടെ ഏഷ്യാനെറ്റ് ചാനലിലെ വില്ലും താരം റിയാലിറ്റി ഷോയിലെ വിന്നറാണ് നമ്മുടെ അഖില്. പിന്നെ ഒരുപാട് സ്റ്റേജിൽ ഇപ്പൊ പരിപാടി അവതരിപ്പിക്കുന്നുണ്ട്. കലാഭവനില് അഡ്മിഷൻ കിട്ടിയോ? പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ? ശരി, ഓൾ ദ ബെസ്റ്റ് അഖിൽ. ഹലോ 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 പ്രിയമുള്ള കലാസ്നേഹികളെ, പ്രേക്ഷകർക്ക് നിരന്തരം തലവേദന മാത്രം സൃഷ്ടിച്ചിട്ടുള്ള ചേർത്തല തലവേദന തിയേറ്റേഴ്സിന്റെ 556ാമത് പ്രൊഫഷണൽ നാടകം നിങ്ങൾക്കുമില്ലേ അമ്മയും പെങ്ങാമാരും. ലാമ്പ് സിഗരറ്റ് ലാമ്പ് കോപ്പ് കത്തൊന്നും ഇല്ലല്ലോ ലാമ്പ്. ഈ കാവിലമ്മേ, ഈ കാലമാടത്തെ കാത്തോണേ, കാലേ വാരി നിലത്തടിക്കണേ. വഴി കാണുന്ന എല്ലാ വയ്യാവലികളും എന്റെ തലയെ വന്ന് കേറണേ. കാണുന്ന ആൾക്കാരെല്ലാം എന്നെ കണ്ട് കർക്കിച്ചു തുപ്പണേ. ഒരു വെള്ളിടി വെട്ടി ഞാനങ്ങ് നിപ്പി തീരണേ. ഞാനൊരു തമാശ പറഞ്ഞപ്പോ സീരിയസ് ആയോ? എന്റെ ദൈവമേ, ഈ തറവാട്ടില് ബാലാമണി എന്തെല്ലാം ജോലികളാ ചെയ്യണ്ടേ. ഷോ, ഒരു ഊട്ടം മറന്നു. അത്താഴ ഭക്ഷണിക്കാരുണ്ടോ? ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാ നിക്കണേ? പൊയ്ക്കൂടെ? നാശങ്ങള് വെറുതെ വിളി കേൾക്കാൻ നിക്കോ? പണ്ടൊക്കെ എന്ത് നല്ല തറവാടായിരുന്നു. 4 കെട്ടും 8 കെട്ടും അംഗം വെട്ടും. ഇപ്പൊ തറവാട് ക്ഷയിച്ച് കപക്കെട്ട് നീർക്കെട്ട് മാത്രമായി ബാക്കി. ഇത് ബാലാമണി, അമ്പലപ്പാട്ട് തറവാട്ടിലെ വേലക്കാരി. ഓർമ്മയില്ലേ നിങ്ങൾക്ക് ഈ ബാലാമണി? എന്തിനാ മുതലാളി ഇങ്ങനെ തൊണ്ടക്കേറി വിളിക്കുന്നത്? നിങ്ങൾക്കല്പം എന്റെ കർണപടം പൊട്ടിപ്പോയല്ലോ. ബാലാമണി, എനിക്ക് വല്ലാത്ത ദാഹം. കുടിക്കാൻ കുറച്ച് കഞ്ഞിവെള്ളം എടുക്ക. കഞ്ഞിവെള്ളം 10 ദിവസം ഇവിടെ കഞ്ഞി വെച്ചിട്ട്. അപ്പുറത്തെ വീട്ടിൽ പോയി മുണ്ടി മുക്കാനാന്ന് പറഞ്ഞിട്ട് കഞ്ഞിവെള്ളം മേടിച്ചോണ്ട് വാ. ആ പേരും പറഞ്ഞ കഴിഞ്ഞ 7 പ്രാവശ്യം പോയി ഞാൻ കഞ്ഞിവെള്ളം വാങ്ങി കുടിച്ചത്. ഈശ്വര, അപ്പ പ്രതീക്ഷയും പോയി. ഇന്ന് രാഘവന്റെ മോടെ കല്യാണമല്ലേ? അതിന് വിളിച്ചില്ലല്ലോ. ആര് പറഞ്ഞു? ഇന്നലെ കല്യാണക്കുറിയുമായി വരുന്നത് ഞാൻ കണ്ടതല്ലേ. നിങ്ങൾ ആ പരിസരത്തെങ്ങും കണ്ടുപോരുതെന്ന് പറയാനാ വന്നത്. വിളിച്ചില്ലേലും പോകണം, അതാ നമ്മുടെ ഒരു മര്യാദ. എങ്കിൽ ഞാൻ പോയി 1 കിലോ ചോറിണ്ടിട്ട് വരാം. വിളിക്കാത്ത കല്യാണത്തിന് പോകുന്നല്ലേ? നെൽക്കടി അവിടെ. എന്താ ഈ കലന്നറെ ചോറുമായേ ഈ പടി കയറാവൂ. ഈ സന്ധ്യാസമയത്ത് നിന്ന് ദാരിദ്ര്യം പറയാതെ മുതലാളി. ദേ, ഉണ്ണിമ നാമജപത്തിനായി വരുന്ന സമയമായി. പറഞ്ഞു തീർന്നില്ല. ദേ, ഉണ്ണിമ വരുന്നു. നീ ആരെ തൂക്കിയിട്ടിരിക്കുന്ന പോസ്റ്റ് ഓഫീസിങ് എടുക്ക്, എനിക്ക് കൊട വരെ ഒന്ന് പോകണം. അല്ല, ആ കൊട ഇങ്ങെടുക്ക്, എനിക്ക് പോസ്റ്റ് ഓഫീസ് വരെ ഒന്ന് പോകണം. പോസ്റ്റ് ഓഫീസിൽ നിന്ന് വരുന്ന വഴി ആ ജാതകം കണിയാനെ ഒന്ന് കാണണം. അതെന്തിനാ മുതലാളി? ഇവൾക്ക് എന്തോ ബാധ കൂടിയിട്ടുണ്ട്. ഇവൾ രാത്രിയിൽ എഴുന്നേറ്റ് നടക്കുന്നുണ്ട്. അതിന് ഇവൾക്കൊരു ചരടി ജപിച്ചു കൊടുക്കണം. എങ്കിൽ മുതലാളി, അങ്ങേ വീട്ടിലെ സുധാകരനെ കൂടി ഒരു ചരടി ജപിച്ചു കൊണ്ടുവരണം. അതെന്തിനാ? ഉണ്ണിമ രാത്രിയിൽ എഴുന്നേറ്റ് അങ്ങോട്ട് ചെന്നില്ലെങ്കിൽ സുധാകരൻ എഴുന്നേറ്റ് ഇങ്ങോട്ട് വരും. ഈശ്വര, ബാലാമണിയെ കാലിപ്പറട്ടുള്ള കുഴമ്പ് കണ്ടോ നീ? എന്ത് പറ്റി ഉണ്ണിയമ്മയുടെ കാലിന്? എന്തോന്ന് കൊണ്ടതാ. അപ്പൊ മറ്റേ കാലിലോ? കൊണ്ടത് എന്തെന്നറിയാൻ ഒന്നും കൂടി ചവിട്ടി നോക്കിയതാ. ബാലാമണി, നാളെ അമേരിക്ക കക്കാവിൽ നിന്നും എന്റെ മകൻ മനു വരുന്ന ദിവസമാ. രാവിലത്തേക്കുള്ള കടല നനച്ചോ നീ? കടലൊക്കെ നനയ്ക്കുമോ? കടലല്ല, ഹലോ 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 പ്രിയമുള്ള കലാസ്നേഹികളെ, പ്രേക്ഷകർക്ക് നിരന്തരം തലവേദന മാത്രം സൃഷ്ടിച്ചിട്ടുള്ള ചേർത്തല തലവേദന തിയേറ്റേഴ്സിന്റെ 556ാമത് പ്രൊഫഷണൽ നാടകം
നിങ്ങൾക്കുമില്ലേ അമ്മയും പെങ്ങാമാരും പെങ്ങാമാരും. ലാമ്പ് ലാമ്പ് സിഗരറ്റ് ലാമ്പ് കോപ്പ് കത്തൊന്നും ഇല്ലല്ലോ ലാമ്പ്. ഈ കാവിലമ്മേ, ഈ കാലമാടത്തെ കാത്തോണേ, കാലേ വാരി നിലത്തടിക്കണേ. വഴി കാണുന്ന എല്ലാ വയ്യാവലികളും എന്റെ തലയെ വന്ന് കേറണേ. കാണുന്ന ആൾക്കാരെല്ലാം എന്നെ കണ്ട് കർക്കിച്ചു തുപ്പണേ. ഒരു വെള്ളിടി വെട്ടി ഞാനങ്ങ് നിപ്പി തീരണേ. ഞാനൊരു തമാശ പറഞ്ഞപ്പോ സീരിയസ് ആയോ? എന്റെ ദൈവമേ, ഈ തറവാട്ടില് ബാലാമണി എന്തെല്ലാം ജോലികളാ ചെയ്യണ്ടേ. ഷോ, ഒരു ഊട്ടം മറന്നു. അത്താഴ ഭക്ഷണിക്കാരുണ്ടോ? അത്താഴ ഭക്ഷണിക്കാരുണ്ടോ? ഉണ്ടെങ്കി പിന്നെ എന്തിനാ നിക്കണേ? പൊയ്ക്കൂടെ? നാശങ്ങള് വെറുതെ വിളിയേക്കാൻ നിക്കുവോ? ആ, പണ്ടൊക്കെ എന്ത് നല്ല തറവാടായിരുന്നു. 4 കെട്ടും 8 കെട്ടും അംഗം വെട്ടും. ഇപ്പൊ തറവാട് ക്ഷയിച്ച് കപക്കെട്ട് നീർക്കെട്ട് മാത്രമായി ബാക്കി. ഇത് ബാലാമണി, അമ്പലപ്പാട്ട് തറവാട്ടിലെ വേലക്കാരി. ഓർമ്മയില്ലേ നിങ്ങൾക്ക് ഈ ബാലാമണി? എന്തിനാ മുതലാളി ഇങ്ങനെ തൊണ്ടക്കേറി വിളിക്കുന്നത്? നിങ്ങൾക്കല്പം എന്റെ കർണപടം പൊട്ടിപ്പോയല്ലോ. ആ ബാലാമണി, എനിക്ക് വല്ലാത്ത ദാഹം. കുടിക്കാൻ കുറച്ച് കഞ്ഞിവെള്ളം എടുക്ക. കഞ്ഞിവെള്ളം 10 ദിവസം ഇവിടെ കഞ്ഞി വെച്ചിട്ട്. അപ്പുറത്തെ വീട്ടിൽ പോയി മുണ്ടി മുക്കാനാന്ന് പറഞ്ഞിട്ട് കഞ്ഞിവെള്ളം മേടിച്ചോണ്ട് വാ. ആ പേരും പറഞ്ഞ കഴിഞ്ഞ 7 പ്രാവശ്യം പോയി ഞാൻ കഞ്ഞിവെള്ളം വാങ്ങി കുടിച്ചത്. ഈശ്വര, അപ്പ പ്രതീക്ഷയും പോയി. ഇന്ന് രാഘവന്റെ മോടെ കല്യാണമല്ലേ? അതിന് വിളിച്ചില്ലല്ലോ. ആര് പറഞ്ഞു? ഇന്നലെ കല്യാണക്കുറിയുമായി വരുന്നത് ഞാൻ കണ്ടതല്ലേ. നിങ്ങൾ ആ പരിസരത്തെങ്ങും കണ്ടുപോരുതെന്ന് പറയാനാ വന്നത്. വിളിച്ചില്ലേലും പോകണം, അതാ നമ്മുടെ ഒരു മര്യാദ. എങ്കിൽ ഞാൻ പോയി 1 കിലോ ചോറിണ്ടിട്ട് വരാം. വിളിക്കാത്ത കല്യാണത്തിന് പോകുന്നല്ലേ? നെൽക്കടി അവിടെ. എന്താ? ഈ കലന്നറെ ചോറുമായേ ഈ പടി കയറാവൂ. ഈ സന്ധ്യാസമയത്ത് നിന്ന് ദാരിദ്ര്യം പറയാതെ മുതലാളി. ദേ, ഉണ്ണിയമ്മ നാമജപത്തിനായി വരുന്ന സമയമായി. പറഞ്ഞു തീർന്നില്ല. ദേ, ഉണ്ണിയമ്മ വരുന്നു. നീ ആരെ തൂക്കിയിട്ടിരിക്കുന്ന പോസ്റ്റ് ഓഫീസിങ് എടുക്ക്, എനിക്ക് കൊട വരെ ഒന്ന് പോകണം. അല്ല, ആ കൊട ഇങ്ങ് എടുക്ക്, എനിക്ക് പോസ്റ്റ് ഓഫീസ് വരെ ഒന്ന് പോകണം. പോസ്റ്റ് ഓഫീസിൽ നിന്ന് വരുന്ന വഴി ആ ജാതകം കണിയാനെ ഒന്ന് കാണണം. അതെന്തിനാ മുതലാളി? ഇവൾക്ക് എന്തോ ബാധ കൂടിയിട്ടുണ്ട്. ഇവൾ രാത്രിയിൽ എഴുന്നേറ്റ് നടക്കുന്നുണ്ട്. അതിന് ഇവൾക്കൊരു ചരടി ജപിച്ചു കൊടുക്കണം. എങ്കിൽ മുതലാളി, അങ്ങേ വീട്ടിലെ സുധാകരനെ കൂടി ഒരു ചരടി ജപിച്ചു കൊണ്ടുവരണം. അതെന്തിനാ? ഉണ്ണിയമ്മ രാത്രിയിൽ എഴുന്നേറ്റ് അങ്ങോട്ട് ചെന്നില്ലെങ്കിൽ സുധാകരൻ എഴുന്നേറ്റ് ഇങ്ങോട്ട് വരും. ഈശ്വര, ബാലാമണിയെ, കാലിപ്പറട്ടുള്ള കുഴമ്പ് കണ്ടോ നീ? എന്ത് പറ്റി ഉണ്ണിയമ്മയുടെ കാലിന്? എന്തോന്ന് കൊണ്ടതാ? അപ്പൊ മറ്റേ കാലിലോ? കൊണ്ടത് എന്തെന്നറിയാൻ ഒന്നും കൂടി ചവിട്ടി നോക്കിയതാ. ബാലാമണി, നാളെ അമേരിക്ക കക്കാവിൽ നിന്നും എന്റെ മകൻ മനു വരുന്ന ദിവസമാ. രാവിലത്തേക്കുള്ള കടല നനച്ചോ നീ? കടലൊക്കെ നനയ്ക്കുമോ? കടലല്ല, അടുത്തൊരു പ്രോഗ്രാമിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു ചെറിയ അറിയിപ്പുണ്ട്. ഒരു മൊബൈല് കളഞ്ഞു പോയിട്ടുണ്ട്. നോക്കിയുടെ ചെറിയൊരു സെറ്റാണ്. അത് ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ബാക്ക് സ്റ്റേജിൽ ഏൽപ്പിക്കണം. ഇന്നത്തെ കാലത്ത് ഒരു മൊബൈൽ കളഞ്ഞു പോകാന്ന് പറയുന്നത് അത്ര വലിയ കാര്യമൊന്നുമല്ല. എന്നാലും നമുക്ക് അത്യാവശ്യം വേണ്ട ചില നമ്പറുകൾ ഉണ്ടാവും. അതാണ് പ്രശ്നം. അപ്പൊ അത് ആർക്കെങ്കിലും അത് കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്താണോ മൈക്ക് ചെക്ക് ചെയ്താണ്. മൈക്ക് ചെക്ക് ചെയ്താണോ? ഇത് മതി. എന്ന് പറയുന്നത് അല്ലെന്ന് ഞാനിത് മൈക്ക് ചെക്ക് ചെയ്താണ്. ഇത് മതി. അത് ശരി. ആരാ? ഞാൻ ഇവിടെ പരിപാടിക്ക് വന്നതോ? മിമിക്രി ചെയ്യാൻ വേണ്ടി വന്നാണല്ലോ ഇവിടെ. ഞാന് അല്ലല്ല, ഇവിടെ വേറെ പ്രോഗ്രാം നടക്കുന്നുണ്ട്. അല്ല, ശരിക്കും ഞാനല്ല ഇവിടെ. ഞാൻ വരണ്ടേ? അല്ല, ഞാനല്ല. ഞാൻ ഞാനാക്കി. ഞാൻ ഇവിടുത്തെ ഞാനല്ല. എന്തെത്താണ്ടോ പറയുന്നത്? ഞാനല്ല ഇവിടെ വരണ്ടേ. ഇന്ന മിമിക്രി ഞാനാക്കി. എന്റെ ഗുരു ഇവിടെ വന്നിക്കണേ. നിന്റെ ഗുരു ഓനാണ് ഇവിടെ വരണത്. ശരി, അപ്പൊ ഈ അല്ല വരണ്ടത്? ഞാനല്ല. ഓൻ ഇവിടെ അടിച്ചുപോലെ ഒരു പാട്ട് വെച്ചെടുത്തോ. ഇവിടെ വരും. ഒരു പാട്ട് വെച്ചു കൊടുക്കും. ഒരു അടിപൊളി പാട്ട് വെച്ചു കൊടുക്കും. ഇന്നലെ വരും. ഇവിടെ ചങ്ങായി കമ്പനിക്കാരാ. ഇണക്കിളികൾ കുക്കുരുമാനായി ഇത മണിയറ കേറുന്നേ. ഇഷ്കിന്നിതളുകൾ വിരിയാനായി ഇനി ഞങ്ങൾ ആശംസ നേരുന്നേ. ഇണക്കിളികൾ നെഞ്ഞുന്തി പോണ്ട. ആരാണ്? മിമിക്രിയിൽ എന്റെ ഗുരു. ഗുരുവാണല്ലേ? പറഞ്ഞാല് ചെറുപ്പം മുതലുള്ള ബന്ധാണ് ഞാൻ ഇവനായിട്ട്. ഇവൻ പറഞ്ഞാല് ഇവൻ ചെറുപ്പത്തിൽ ഇവൻ ചെറിയ കുട്ടിയാണ്. ഞാൻ പറയും ചെറുപ്പത്തിൽ ചെറിയ കുട്ടിയായിരിക്കല്ലോ. ഇവന്റെ അടുത്ത
കമ്പനിക്കാരൻ ചെറുപ്പം മുതൽ ഇവന്റെ വീട് എന്റെ വീടല്ല, എന്റെ വീട് എന്റെ വീടല്ല, എന്റെ വീട് ഇവൻ കിടന്നുറങ്ങണ എന്റെ പായൽ ഞാൻ പാത്രത്തിൽ ചോറിനിട്ട് അങ്ങനത്തെ ബന്ധാണ് ഞാൻ. പേരെന്താ? അല്ല ഞാൻ പറയടാ, അത് ഞാൻ പറയട്ടെ. എന്താ പേരെന്താ? ബെന്റിയോ? എന്റെ പേരെന്തേനാടാ? എന്റെ പേരെന്തേനു? എല്ലാ കുട്ടിയാണല്ലോ ആളെ വിളിച്ചാൽ ഇൻസൾട്ടർ ആക്കുക. അവിടെ കുട്ടികളൊന്ന് ഇൻസൾട്ടർ ആക്കണെങ്കി ഇതിന്റെ ആളാണ് മിമിക്രിന്റെ ടോപ്പ്. അത് ശരി, ഇഷ്ടംപോലെ ഒരളുണ്ടാക്കും. ഇഷ്ടംപോലെ ഒരളുണ്ടാക്കുന്ന ആളല്ലേ? ഒരലല്ല, ഒലക്ക ഉണ്ടാക്കുവോ? ചെങ്ങായി നമ്മള് കൊരലും കൂറ്റെല്ലാം എടുക്കൂലേ, കൂറ്റൊക്കെ എടുക്കൂലേ? കൊരലും കൂറ്റോ? എന്താ മിമിക്രിന്റെ പറയില്ലേ? വോയിസിനാ പറയുന്നത്. നമ്മളവര് യോ പ്രോട്ടീൻ നമ്മളെ ഉൾനാടാണല്ലോ. ഉൾനാട് ലോക്കൽസ് ആണ്ടാ. സിറ്റി ഏരിയയിലേക്ക് വരും. സിറ്റി ഏരിയ. ഓ അത് ശരി. ഇയാളെ സൗണ്ട് ഉണ്ടാക്കും. മറ്റേ ഇടയ്ക്കാന്ന് പീടിയന്റെ അയാളെ പേരെന്താ? വയസ്സായിട്ട് ഒരാളില്ലേ, കഷന്റെ ആയിട്ട്. അല്ലു അർജുൻ അല്ലടാ, മറ്റേ മൂപ്പർ ഇങ്ങനൊക്കെ പറയും. അവരുമായിട്ട് സംസാരിക്കണം. ചില്ലറ കാര്യല്ലടാ. ഞാനാണ് കറക്റ്റ് ഉണ്ടാക്കല്. ഞാനാണ് ചില ആളാളെ ഇന്നെ കൂട്ടിക്കൊണ്ടോ നിക്ക് വലിയ ആളെ മെയിൻ ആവുകയാണെങ്കിൽ ഒക്കൊട്ടിയെ ബന്ധം എടുക്കുമ്പോ ഞാൻ അത് പറയാന്നാല് മുരളീന്റെ കുരലെടുക്കും. പിന്നെ അനൗൺസ് ചെയ്യുമ്പോ ഞാൻ മുരളിന്റെ കുരലെടുക്കും, ശബ്ദം എടുക്കും. ഞാൻ അത് പറയാന്നാല് മുരളീന്റെ നിങ്ങളെ ശബ്ദത്തിൽ അനൗൺസ് ചെയ്യുമ്പോ പ്രിയമുള്ളവരെ, മലയാള സിനിമയ്ക്ക് ഒട്ടനവധി കരുത്തുറ്റ കഥാപാത്രങ്ങളെ സംഭാവന ചെയ്ത ഒരു മഹാനടനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അത് മറ്റാരുമല്ല, ഭരത് മുരളി. ചെമ്പക്കുളം തച്ചൻ, അമരം തുടങ്ങിയ സിനിമകളിലൂടെ മലയാളി മനസ്സിലേക്ക് ചേക്കേറിയ മലയാളത്തിന്റെ സ്വന്തം അഭിനയ ചക്രവർത്തി എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരേ ഒരു നടൻ ഭരത് മുരളി. ഒരു നിലച്ചിരിക്കാത്ത പകലിൽ നമ്മെ വിട്ടുപിരിഞ്ഞു പോയ മലയാളത്തിന്റെ സ്വന്തം അഭിനയ ചക്രവർത്തി ഭരത് മുരളി. മുരളിയെ കുറിച്ച് പറയുക. വർക്ക് ചെയ്യാൻ സമ്മതിക്കൂലേക്ക് ഇവിടെ ഇന്ന് ഉയരത്തിക്ക് സമ്മതിക്കാതെ ഇന്ന് ഫീൽഡിൽ നിന്ന് ഔട്ടാക്കലാക്കി. ഈ ഒരു വർക്ക് എന്താ ഈ സമ്മതിക്കാത്ത? ഇവൻ അറിയോ? ഇപ്പൊ നമ്മളെ പെരയിൽ മീൻ പൊരിച്ചതിനെ മണം വരുമ്പോ നമ്മളെ പെരലേ പാങ്ങി വരുന്ന രണ്ടൈല പൊരിച്ചൊക്കെ മിണിക്കാൻ എന്റെ പെരല് എന്നിട്ട് നമ്മളെ ബാപ്പൊക്കെ വെച്ച രണ്ട് പിന്നാളെ കഞ്ഞുള്ള കട്ടുകൂട്ട കള്ളനാണ് പേ. എന്നിട്ട് ഇപ്പൊ വന്നു കഴിഞ്ഞാല് ഇപ്പൊ കട്ടിലിന്റെ ഉള്ളിൽ ഞാൻ നിലത്താണ് കിടക്കുക. കുറച്ചും കൂടെ ആയുസ് കൂടട്ടെ. അങ്ങനെ 6 വർഷത്തെ നീണ്ട പ്രവാസ ജീവിതത്തിനൊടുവിൽ നാട്ടിൽ തിരിച്ചെത്തി. കാര്യം നമ്മൾ കേരളത്തെ എന്തോരം കുറ്റം പറഞ്ഞാലും ഇവിടുത്തെ ഈ കാറ്റും ഈ പച്ചപ്പും ഈ മണവും ആ ബാങ്കിന്റെ മുമ്പിലെ തിക്കും തിരക്കും ATM-ന്റെ മുമ്പിലെ ക്യൂവും എല്ലാം കൂടി കാണുമ്പോ ഇതൊന്നും ഗൾഫിൽ ഇല്ലല്ലോ എന്ന് ഓർക്കുമ്പോ ഒരു സുഖം, ഒരു മനസുഖമാണ്. ഇത് പറഞ്ഞപ്പോഴേ ഞാൻ ഓർത്തത് വേറൊന്നുമല്ല, ഞാൻ ഈ നാട്ടിൽ നിന്ന് രാഖി രാമാനം ഗൾഫിലോട്ട് നാട് വിടാൻ കാരണം വേറൊന്നുമല്ല, എൻ്റെ പഴയൊരു കൂട്ടുകാരനുണ്ടായിരുന്നു, പേര് ഷാജി. നിങ്ങളറിയും, പാഷാണം ഷാജി. അവനിപ്പോ നാട്ടുകാർ തല്ലിക്കൊന്നോ എന്തോ. ഏതായാലും ഇവിടെ വരുമ്പോഴാണ് ആ പഴയ പാട്ടൊക്കെ ഓർമ്മ വരുന്നത് അല്ലേ? 1000 പിച്ചു പോരാ, 1000 പിച്ചു പോരില്ല, 1000 പാടാൻ പറ്റില്ല, 200 പാടാ. ദൈവമേ, ഇത് നല്ല പരിചയമുള്ള ശബ്ദമാണല്ലോ. ഇതിൽ അവനല്ലേ പാഷാണം ഷാജി? പൊന്നുമോനെ വേണ്ടാട്ടാ, വേണ്ടാട്ടാ. ഞാൻ പറഞ്ഞ നീ എന്നെ കാണുമ്പോ ഓടാത് എന്തൊട്ട്? എന്തോടാൻ? നിന്നെ കാണുമ്പോ പിന്നെ ഓടാണ്ട് നിന്റെ പഴയ സ്വഭാവം മാറിയിട്ടില്ലല്ലേ? നിന്റെ കവറൊക്കെ പിടിച്ചിട്ട് എവിടെ നിന്ന്? ഞാൻ കണ്ണമാലിപ്പള്ളി പെരുന്നാളിന് പോയതാ. കണ്ണമാലിപ്പള്ളി പെരുന്നാളിന് പോയിട്ട് എന്താണ് ഈ കവറൊക്കെ പിടിച്ചോണ്ട് വന്നത്? പെരുന്നാൾ മുടങ്ങിപ്പോയി. എങ്ങനെ?
ഞാൻ അവിടെ ചെന്നപ്പോ പ്രദർശനം വരുമായിരുന്നു, വഴിതെറ്റിച്ചു വിട്ട്. ഇപ്പൊ 3 ദിവസമായിട്ട് പ്രദർശനം പള്ളി കയറില്ല എന്ന് അച്ഛനും കൂട്ടി ഓടി ഇറക്കിയേ. എന്റെ പൊന്നു ഷാജി, ഇതൊക്കെ എന്ത് കാര്യത്തിന് കാണിച്ചു കൂട്ടണടാ? ഒരു സുഖം, ഒരു മനസുഖം. നമ്മൾ ഇവിടെ തകർക്കാൻ പോകുന്നു. എന്റെ പൊന്നെ, നീ ഒറ്റയ്ക്ക് അങ്ങോട്ട് തകർത്തേച്ചാൽ മതി. നീ ഒറ്റ ഒരു ഇടപാടുമില്ല. നീ ഒറ്റ ഒരുത്തൻ കാരണമാണ് ഞാനും രാജപ്പനും കൂടി രായ്ക്ക് രാമാനം നാട് വിട്ട് ഇവിടുന്ന് പുറത്തോട്ട് പോയത്. രാജപ്പൻ എവിടെ പോയെന്നാ പറഞ്ഞ? പുറത്തോട്ട് പോയി. അവൻ അകത്താണ്. അകത്താ? നിങ്ങൾ രണ്ടുപേരും ഗൾഫിൽ പോയില്ലേ? അവന്റെ ബാഗിൽ ഞാൻ കഞ്ചാവ് കയറ്റി വെച്ചേച്ച് പിടിച്ചിപ്പോ അകത്ത് കിടക്കണവൻ. എന്റെ പൊന്നു ഷാജി, ഇതൊക്കെ എന്ത് കാണിച്ചു കൂട്ടണ നീ? ഇതൊക്കെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുക്ക്. പിന്നെ ഇതൊക്കെയല്ലേ സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുക്കേണ്ടത്? പോടാ അവിടുന്ന്. നിനക്കറിയാമോ എന്തെന്ന്? ഒരാളെ കളിയാക്കി നമുക്ക് 5 വയസ്സ് കുറയും. 5 വയസ്സ് കുറയും? സ്വന്തം അച്ഛനെ കളിയാക്കി 10 വയസ്സ് കുറയും. നിന്റെ 10 വയസ്സ് കുറഞ്ഞാ? ഞാനത് ചെറുപ്പക്കാരനെ പോലെ ഇരുന്നത് ഡെയിലി കളിയാക്കും. എങ്ങനെ? കഴിഞ്ഞ ആഴ്ച ഒരു സംഭവം ഉണ്ടായി. എങ്ങനെ? ഞാൻ വീട്ടിൽ അച്ഛൻ ഇരിക്കുന്ന കസേരയുടെ കോലൂരി വെച്ചു. ചാരു കസേരയുടെ കോലൂരി വെച്ചാ? രാവിലെ അങ്ങോട്ട് വീണ് കിടക്കണം. ഞാൻ വൈകുന്നേരം ചെല്ലുമ്പോ ഇസഡ് പോലെ ഇങ്ങനെ കസേര ഇരിപ്പുണ്ട്. എന്നിട്ട് പൊക്കി എടുത്ത് നോക്കിയപ്പോ വലത്തെ കൈ ഒടിഞ്ഞ് 7 പോലെ ഇരിക്കും. 7 പോലെ? നേരെ ആശുപത്രി കൊണ്ടായി. ഡോക്ടറെ പറ്റിച്ചു. എങ്ങനെ പറ്റിച്ച്? ഡോക്ടർ വെച്ച് ഏത് കൈ ഒടിഞ്ഞെന്ന് തോന്നി. ഞാൻ പറഞ്ഞ ഇടത്തെ കൈയാന്ന് തോന്നി. എന്നിട്ട് ഇപ്പൊ ഇടത്തെ കൈ പ്ലാസ്റ്റർ ഇട്ടിരിക്കേ. അപ്പൊ വലത്തെ കൈയാ? അതിപ്പോഴും 7 പോലെ തന്നെ ഇരിക്കേ. എന്ത് കാര്യത്തിന് കാണിച്ചു കൂട്ടാടാ ഷാജി ഇതൊക്കെ? നീ ഒന്നും മിണ്ടാണ്ടിരുന്നേ. ഇന്ന് ഇവിടെ കൂടി വന്നവരെ പോണവരൊക്കെ നമ്മൾ കളിയാക്കി മെഴുകും. നീ ഒറ്റയ്ക്ക് എങ്ങനെ ഉണ്ടാക്കിച്ച മതി, എന്നെ കൂട്ടണ്ട. എന്താ? എടാ, ഞാനിപ്പോ എന്റെ പെങ്ങളുടെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി കുറച്ച് സാധനങ്ങളൊക്കെ ആയിട്ട് വന്നേക്കാണ്. ഇപ്പൊ ബസ് വരും, കൈ കാണിക്കും, നിർത്തും, ഞാൻ കയറി പോവും. ബസ് വരില്ല. ബസ് വരില്ലേ? അവരോട് ഞാൻ പറഞ്ഞു ഇവിടെ പാലം പൊളിഞ്ഞു കിടക്കുന്നു. എന്തിന്? ഇവിടെ നിക്ക്. നീ ഒന്ന് പോയടാ അവിടുന്ന്. ഇപ്പൊ നമുക്ക് പറ്റിക്കാൻ മുട്ട എക്കള് വന്ന പോലെ ഇങ്ങനെ വരും. ആ സമയത്ത് നമ്മുടെ കയ്യിൽ ഒന്നും ഉണ്ടാവില്ല. അപ്പൊ ചെയ്യാൻ പറ്റുന്ന സാധനം ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. എങ്ങനെ? എന്റെ പുറകെ ആരെങ്കിലും വണ്ടി ഒന്ന് പറയണേ. നിന്റെ പുറകെ ആര് വരാനായിട്ടാ? ഇവന്റെ പുറകെ വരാൻ ആളാ? എടാ, രാജൻ പി ദേവിന്റെ ഫിഗറുള്ള ഒരുത്ത മനുണ്ടാ പുറകെ. അതിനിവിടെ ഒന്നും ഇല്ലല്ലോ. അതാണ് ശൂന്യൻ നിന്നൊരു പറ്റിക്കല്. എന്റെ പൊന്നടോ, ഇതൊക്കെ ഇത് എവിടുന്ന് ഉണ്ടാക്കിക്കൊണ്ട് വന്നു നീ? നമ്മൾ ഒരുങ്ങി അങ്ങോട്ട് ഇറങ്ങണം. പിന്നെ ഒരുങ്ങി അങ്ങോട്ട് ഇറങ്ങണം. എന്താ? ആ ജോൺസൺ വന്നിട്ടുണ്ട്. ഏത് ജോൺസൺ? എടാ, നമ്മൾ പണ്ട് 4 പേരായിരുന്നല്ല കമ്പനി. ഞാൻ, ജോൺസൺ, നീ, രാജപ്പൻ. സൈക്കിളുടെ കാരന്റെ മോൻ. ഒരു ഫുള്ള് കിട്ടിയ നമ്മൾ 4 പേര് ഒരു ഷെയർ അടിക്കൂലേ? അവനിപ്പോ എന്റെ കൂടെ കുവൈറ്റിൽ വന്നു. എന്റെ റെസ്റ്റോറന്റിൽ അവനിപ്പോ ബിഗ് ഷെഫാണ്. എന്നെക്കാളും 2 അക്ക സംഖ്യ കൂടുതൽ ശമ്പളം കിട്ടണമെന്ന് പറഞ്ഞ് ഇപ്പൊ എന്നെ കണ്ട മിണ്ടൂര് ഒടുക്കത്തെ ജാടയാണ്. എന്താ പ്രശ്നം? അവനും നമ്മുടെ ബുള്ളറ്റ് ബാബു ഇല്ലേ, ആ ബുള്ളറ്റ് നടക്കണേ, ആ ബാബു ഇവനും തമ്മിലാണ് കമ്പനി. ഇപ്പൊ നിനക്ക് എന്താ വേണ്ടത്? എനിക്ക് വേണ്ട ഒറ്റ കാര്യമുള്ളൂ, ബുള്ളറ്റ് ബാബുവിനെ അവനെ തമ്മിൽ തെറ്റിക്കണം. അത്രയല്ലേ ഉള്ളൂ? അത്രയും. ബുള്ളറ്റ് ബാബുവിനെ അവന്റെ ഭാര്യനെ തമ്മിൽ തെറ്റിച്ചേരാം. ഓക്കെ. മലയാള സിനിമയിലെ ആദ്യത്തെ ആക്ഷൻ സൂപ്പർ സ്റ്റാർ ആരാ? ജയൻ. ജയൻ. അദ്ദേഹത്തെ ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ട് 2 താരം കൂടി മലയാള സിനിമയിലെത്തി. ഇത് ആ 2 താരത്തിനോട്, അത് ഒന്ന് ഭീമൻ രഘു, ഒന്ന് ജഗദീഷ് സാർ. അപ്പൊ ഇവർ രണ്ടുപേരോടും ഞാൻ പറഞ്ഞു, ജയനെ ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ടാണ് നിങ്ങൾ 2 പേരും സിനിമയിലെത്തിയെന്ന് പറഞ്ഞപ്പോ അവര് തർക്കിച്ചു. ഇല്ല, ഒരിക്കലും ഇല്ല എന്ന് പറഞ്ഞു. ഞാനത് പ്രൂവ് ചെയ്ത് കൊടുത്തു. അത് ഇപ്രകാരമാണ്. ആദ്യം ജയന്റെ സംഭാഷണത്തിലേക്ക് കിടക്കാം, അതിനുശേഷം ആക്ഷൻ. ഞാൻ കാണിക്കുന്നത് ആക്ഷനാണ്. ആദ്യം ജയന്റെ സംഭാഷണം. അവിടെ നിൽക്കും. പുള്ളി ഇമിറ്റേറ്റ് ചെയ്യാൻ വളരെ ഈസിയാണ്. ചൂയിങ് എടുക്കാൻ നന്നായിട്ട് ചവയ്ക്കുക. അപ്പൊ കറക്റ്റ് ജയനായി. വീട്ടിൽ പോടാ, എടാ വീട്ടിൽ പോകാൻ. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചവച്ച് തുപ്പിയാൽ മതി. ഇനി ഭീമന്റെ ഊരിന്റെ ശബ്ദം. വരണം മിസ്റ്റർ എന്തിയൂടൻ. ഈ പരഭൂമനെ പണ്ട് പാലക്കാട് വിക്ടോറിയ കോളേജ് മുതൽ കണ്ണൂർ കോട്ട മൈതാനം വരെ പട്ടിയെ തള്ളുന്നമാര് തള്ളിയതാ. കുറെ കാലമായടാ കൈയും കാലൊക്കെ നനക്കിട്ട്. ഇത്രയും പറയും. ലാലേട്ടന്റെ എന്നൊക്കെ വേഷടിയുമായിരിക്കും പോകും. ഇതാണ് എല്ലാ സിനിമകളിലും. ഇനി ജഗദീഷ് ചേട്ടൻ. ചേട്ടൻ കാര്യമായിട്ട് പറഞ്ഞതാണോ എനിക്കിട്ടൊന്ന് താങ്ങിയതാണോ? നിങ്ങൾക്കറിയില്ലല്ലോ. കാക്ക
കസ്തൂരിയെന്നാ തോന്നുന്നത്. സ്മെല്ലില്ലേ? ഇത് പോകും. ഇനി ഞാൻ കാണിക്കാൻ പോകുന്ന ആക്ഷനാണ്. ആദ്യം ജയൻ, അല്പം കൂടെ സ്പീഡ് ഭീമന്റെ, കുറച്ചുകൂടി സ്പീഡ് ജഗദീഷ്. ഇത് കാണിച്ചപ്പോ പുള്ളിക്കാരൻ പറഞ്ഞു അല്ലാന്ന് പറഞ്ഞു. കാണിച്ചു കഴിഞ്ഞപ്പോ പുള്ളിയും പറഞ്ഞു നീ പുറത്ത് ആരോടും പറയണ്ട, അത് സത്യം തന്നെയാണ്. ഞാൻ കാണിക്കാം. ആദ്യം ജയൻ, അല്പം കൂടെ സ്പീഡ് ഭീമന്റെ, കുറച്ചുകൂടെ സ്പീഡ് ജഗദീഷ്. റെഡി? കുട്ടികൾക്ക് വളരെ പ്രിയങ്കരനായ ആ മജീഷ്യൻ മുരുകാടിന്റെ ശബ്ദം നമുക്കൊന്ന് കേൾക്കാം. വിഷ്ണു, മാജിക് എന്ന് പറയുന്നത് ഒരു ജാലവിദ്യയാണ്, റൈറ്റ്? വിഷ്ണു അങ്കിളിന്റെ കൈകളിലേക്ക് നോക്കുക. അങ്കിളിന്റെ കയ്യിൽ 10 രൂപ പോലുമില്ല, റൈറ്റ്? വേണിച്ചേട്ടന്റെ പോക്കറ്റിൽ ഒരു 10 രൂപ. ഇത് അങ്കിൾ വന്നപ്പോഴേ നോട്ടമിട്ടിരുന്നു. വിഷ്ണുവിന്റെ പോക്കറ്റിൽ ഒരു 100 രൂപയുമുണ്ട്. ഇതും അങ്കിൾ നോട്ടമിട്ടിരുന്നു. ഇനിയാണെങ്കിൽ മാജിക് കാണിക്കാൻ പോകുന്നത്. അങ്കിൾ 1, 2 എന്ന് തുടങ്ങി 10 വരെ എണ്ണുമ്പോഴേക്കും ഈ 2 നോട്ടും അടിച്ചു മാറ്റി അങ്കിളിന്റെ കീശയിലാക്കിയിരിക്കും. എന്നിട്ട് ഈ ഫ്ലോർ വിട്ട് ഓടിപ്പോയി ഫുഡ് മുട്ടയും കഴിക്കും. ദിസ് ഇസ് മാജിക്. മാജിക് എന്ന് പറഞ്ഞാൽ ഒരു അടിച്ചു മാറ്റി പ്രക്രിയയാണ്. താങ്ക് യു. പ്രേമൻ തിരുവനന്തപുരത്തുകാരനാണ്. അദ്ദേഹത്തിന് വേറൊരു ശൈലിയാണ്. ഏത് ഡയലോഗ് പറഞ്ഞാലും താല്പര്യമില്ലാത്ത രീതിയിലായിരിക്കും ഡയലോഗ് ഡെലിവറി. ഇപ്പൊ ലൊക്കേഷനിലൊക്കെ വെച്ചിട്ട് ചേട്ടാ ഇന്ന് നല്ല ബിരിയാണി ഉണ്ട്, നിങ്ങൾക്ക് 10 ലക്ഷം രൂപ ലോട്ടറി അടിച്ചെന്ന് കേട്ടല്ലോ. അങ്ങനെ താല്പര്യമില്ലാത്ത രീതിയിൽ ഡയലോഗ് പറഞ്ഞാൽ കറക്റ്റ് പ്രേമൻ ചേട്ടനാവും. പക്ഷേ ആ വട്ടി കൊണ്ടുള്ള ഏർപ്പാട് അത്ര ശരിയായില്ല കേട്ടോ. വട്ടി കൊണ്ട് സൂക്ഷിക്കുക എന്ന ബോർഡ് വയ്ക്കുന്ന പോലെ ഇവിടെ കൊണ്ടുപറിക്കുന്ന കുട്ടികളുണ്ട് എന്ന് കൂടി എഴുതി വയ്ക്കുന്നത് വളരെ നന്നായിരിക്കും. എന്നാ പിന്നെ ഞാനങ്ങോട്ട് ബിന്ദു പണിക്കർ. റെഡി? ഏതാ അശോക, എനിക്ക് നിന്നോട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പണ്ട് ഞാൻ കോളേജിൽ പഠിക്കുമ്പോ എനിക്കായിരുന്നു ക്ലാസ്സിൽ ഫസ്റ്റ്. പക്ഷെ റിസൾട്ട് വന്നപ്പോ ഞാൻ തോറ്റു. അതെങ്ങനെ? അവറ്റൊക്കെ എന്നോട് സ്നേഹമില്ലല്ലോ. താങ്ക് യു. പ്രകാശ് രാജ്. ஒரு கம்ப்யூட்டர் பண்ண கையில வச்சு எனக்கு என்கோடமாடா இதோட நம்ம தோணக்கோ குடும்பത്തിന് അത്ര താടിക്കുക സാവ് പണി തുടക്ക തപ്പിച്ചെടാ ചെല്ലോ കമ്പ്യൂട്ടറിനെ. താങ്ക് യു. ശ്രീ ജനാർദ്ദന വില്ലൻ കഥാപാത്രമായപ്പോ പുള്ളിയുടെ ശബ്ദം. അല്ലല്ലേ ഏട്ടപ്പെട്ട കർത്താവ് ഇടാ ഈ സ്വീകരിക്കാരുടെ പ്രധാന മഹാശബ്ദങ്ങളാണ്. ഇപ്പോ കൊമേഡിയൻ ആയപ്പോ ശബ്ദത്തിന് ഒരുപാട് രൂപാന്തരം പ്രാപിച്ചു. കൊമേഡിയൻ ആയപ്പോ ഉള്ള ശബ്ദം വേറെയാണ്. പിടികിട്ടി പിടികിട്ടി തങ്കപ്പ